അപ്പോൾ ഈ BPCC 101 ബ്ലോക്ക് 4 യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് നമ്പർ 7. നമുക്ക് ആകെ 9 യൂണിറ്റ് അതിൽ പഠിക്കാനുള്ളത്. ഏകദേശം ഒരു 80% നമ്മൾ കഴിഞ്ഞെന്ന് പറയാം. നമ്മുടെ വിഷയം ജനറൽ സൈക്കോളജിയാണ്. സൈക്കോളജിയെ കുറിച്ച് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക. അതിലെ ഫസ്റ്റ് ഭാഗം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആയിരുന്നു. എന്നിട്ട് അതിൽ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പോകും. നമ്മളിപ്പോൾ ബ്ലോക്ക് 4 യൂണിറ്റ് 4 എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം മെമ്മറി, ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ആൻഡ് മെമ്മറി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ലേണിംഗ് എന്ന സാധനം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെമ്മറി എന്ന സംഭവമാണ്. എന്താണ് മെമ്മറി എന്നുള്ളത്? ഈ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷനും അതിന്റെ നേച്ചറും പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മെമ്മറിയുടെ സ്റ്റേജുകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നത്, ഓർമ്മ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, സ്റ്റേജുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കും. പിന്നെ മെമ്മറിയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ, ഡിക്ലറേറ്റീവ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, അതൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഡിക്ലറേറ്റീവിന്റെ കീഴിൽ 2-3 ഉണ്ട്, നോൺ ഡിക്ലറേറ്റീവിന്റെ കീഴിൽ. അങ്ങനെ മൊത്തത്തിൽ സൈക്കോളജിസ്റ്റ് മെമ്മറിയെ പല കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ പല തിയറീസ് ഉണ്ട്. മെമ്മറി എങ്ങനെ ഉണ്ടാകുന്നു, ഓർമ്മ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് 2-3 തിയറികൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട 1-2 തിയറിയാണ്. ഒന്ന് സ്റ്റേജ് മോഡൽ തിയറി, മറ്റൊന്ന് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് എന്ന തിയറി, വേറൊന്ന് വർക്കിംഗ് മെമ്മറി എന്ന തിയറി. ഈ തിയറികളൊക്കെ ഒന്ന് മനസ്സിലാക്കി മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടാക്കാം. പിന്നെ അത് കഴിയുമ്പോൾ മെമ്മറി ഇല്ലാത്തൊരവസ്ഥ, അതായത് ഫോർഗെറ്റിംഗ്, മറവി എന്ന് പറഞ്ഞാൽ എന്താണ്, മറവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു തിയറിയും അത് തടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, മെമ്മറി കൂട്ടാനുള്ള വഴികൾ, ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ ചില ടിപ്സുകളും പഠിക്കാം. ചുരുക്കി പറഞ്ഞാൽ പഠനവും ഓർമ്മശക്തിയും മറവിയുമാണ് നമ്മുടെ വിഷയം. മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ നേച്ചർ, സ്കോപ്പും ചോദ്യം പ്രതീക്ഷിക്കാം. മെമ്മറി എന്ന് പറഞ്ഞാൽ, ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടല്ലോ പല മെറ്റീരിയലും, അത് പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സമയത്ത് ആ 2 മണിക്കൂറിനുള്ളിൽ 3 മണിക്കൂറിനുള്ളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അത് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ട്. എക്സാമ്പിൾ പറയാം. അപ്പൊ മെമ്മറി ഈസ് ദ മെന്റൽ എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് ടു റീപ്രൊഡ്യൂസ് ലേറ്റർ വെൻ നീഡഡ്. എന്താണ് മെമ്മറി എന്ന് പറഞ്ഞാൽ? അതൊരു മെന്റൽ എബിലിറ്റിയാണ്, മനുഷ്യന്റെ മനസ്സിന്റെ അഥവാ നമ്മുടെ തലച്ചോറിന്റെ ഒരു കപ്പാസിറ്റിയാണ്. ടു റീറ്റെയിൻ, കീപ്പ് ചെയ്യാൻ, സൂക്ഷിച്ചു വെക്കാൻ ഇൻഫോർമേഷൻ, കേൾക്കുന്ന, പഠിക്കുന്ന, അറിയുന്ന ഇൻഫോർമേഷൻസ് മുഴുവനും. ആൻഡ് റീപ്രൊഡ്യൂസ് ഇറ്റ്, അത് എടുത്തു കൊണ്ടുവരാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാൻ വെൻ നീഡഡ്, ആവശ്യമുണ്ടാവും. അപ്പൊ പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ സമയത്ത് അതിന്റെ ആൻസർ എഴുതാൻ ആൻസർ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മെമ്മറി ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഒരു മെസ്സേജ് ഇട്ടുണ്ട്, നോട്ട്സ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് അല്ലെ. നോട്ട്സുകൾ നമ്മൾ പേയ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ ഏകദേശം ഒരു 4 യൂണിറ്റിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പേഴ്സണലായി ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പേയ്മെന്റ് ചെയ്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പം അനുവദിക്കില്ല, കാരണം നിങ്ങൾ ഡൗൺലോഡ് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഏകദേശം എല്ലാ യൂണിറ്റുകളും എല്ലാ ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാം. അപ്പൊ നമ്മൾ ക്ലാസ് വിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ അവസാനം ചോദിക്കാം. അപ്പോ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇസ് എ മെന്റൽ പ്രോസസ് ഓഫ് റീറ്റെയിനിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ഇൻഫോർമേഷൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുവാനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. റീറ്റെയിൻ ചെയ്യാന്നാൽ തലയിൽ വെക്കാന്, തലച്ചോറിൽ വെക്കാന്, ഓർമ്മയിൽ വെക്കാന്. അപ്പൊ ഓർമ്മയിൽ വെക്കാന്, കാത്തു സൂക്ഷിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഓർമ്മശക്തി എന്ന് പറഞ്ഞത്. മാത്രമല്ല അത് ആവശ്യം ഉണ്ടാകുമ്പോൾ റീപ്രൊഡ്യൂസിങ് ചെയ്യണം. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ വലിയൊരു അത്ഭുതമായ സിദ്ധിയാണ്. സൈക്കോളജികൾ പറയുന്നത് വെച്ചാല് ഇതൊരു ട്രിക്കി, കാരണം എന്താ, ഇത് ഭയങ്കര ഒരു ഇൻട്രിക്കേറ്റഡ് സാധനമാണ്. കാരണം നമ്മൾ പലപ്പോഴും പല കാര്യവും മറന്നു പോകുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പല കാര്യവും തെറ്റിപ്പോവാറുണ്ട്. എന്താ കാരണം? അതിന്റെ കാരണങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോ ഈ മെമ്മറി എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് ബൈ പ്രോസസ് ആണ്. ആ ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും പാളിച്ചൽ സംഭവിച്ചാൽ
പോരായ്മകൾ സംഭവിച്ചാൽ അവിടെ എൻകോഡിങ് അല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ശരിയാവില്ല. അങ്ങനെ എൻകോഡിങ് ശരിയായിട്ടില്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുണ്ടാവില്ല. സ്റ്റോർ ചെയ്യൽ ശരിയായിട്ടില്ലെങ്കിൽ ആവശ്യമുണ്ടാകുന്ന സമയത്ത് എടുക്കാനും പറ്റൂല. അപ്പൊ എൻകോഡ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അതിനെ ആവശ്യമുള്ള സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഇതൊരു ഭയങ്കര അത്ഭുതമായ ഒരു സംഭവമാണ്, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനമല്ല, മറിച്ച് 2-3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. 3 സ്റ്റേജുകൾ പൊതുവെ കാണാൻ സാധിക്കും. നമ്മൾ പഠിക്കുന്ന വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഓർമ്മ വരണമെങ്കിൽ പ്രധാനമായി ഒരു 3 ഘട്ടത്തിലൂടെ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. 1 എൻകോഡിങ്, 2 സ്റ്റോറേജ്, 3 റിട്രീവൽ. ഇതാണ് പഠനം അല്ലെങ്കിൽ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ വായിക്കുന്ന സാധനം അത് വായിക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട് തലച്ചോറിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്, എൻകോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കേൾക്കുന്ന ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചെവിയിലൂടെ ഓഡിറ്ററി ആയിട്ട് നിങ്ങൾ അതിനെ കേൾക്കുന്നു. ആ ശബ്ദ ഊർജം നിങ്ങൾക്ക് എന്താവുന്നു, നിങ്ങളെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് ഇങ്ങോട്ട് പോയിട്ട് കെമിക്കൽ ഇമ്പൾസുകളായിട്ട് തലച്ചോറിലെത്തുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അത് സൂക്ഷിക്കപ്പെടുന്നു. ആ സൂക്ഷിക്കുന്ന അവസ്ഥയാണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞത്. അത് പിന്നെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്നു, അതാണ് റിട്രീവൽ എന്ന് പറഞ്ഞത്. അപ്പൊ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നത് 3 സ്റ്റേജിലൂടെയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും എടുക്കാൻ പറ്റുന്നത് 3 ഘട്ടങ്ങൾ. എൻകോഡിങ്, അത് ശരിയാവണം. സ്റ്റോറേജ്, അതും ശരിയാകണം. 3 റിട്രീവൽ, അതും പെർഫെക്റ്റ് ആയിരുന്നു. ഇങ്ങനെ ആവുമ്പോൾ കൃത്യമായ മെമ്മറി ഉണ്ടെന്ന് പറയാൻ പറ്റും. എന്താ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ? കൺവേർട്ടിംഗ് ന്യൂ സെൻസറി ഇൻപുട്ട് ഇൻ ടു കോഡ് ദാറ്റ് യുവർ ബ്രെയിൻ കൻ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിനെ, ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് സ്പർശിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ മണത്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ രുചിച്ചുകൊണ്ട് അറിയുന്ന, ഇതാണ് നമ്മളെ 5 സെൻസ് ഓർഗാൻസ്. ഈ സെൻസ് ഓർഗാൻസിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ ഓരോ തരത്തിലുള്ള ഇൻഫോർമേഷനാണ്, ഓരോ എനർജിയാണ്. ഒന്ന് ശബ്ദോർജമാണ്, മറ്റേ ലൈറ്റ് എനർജിയാണ്, മറ്റേ ഓരോരോ. ഈ എനർജിയെ എൻ്റെ ബ്രെയിനിന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ കണ്ണിൽ വരുന്ന പ്രകാശരശ്മിയെ റെറ്റിനയിലെത്തി പിന്നെ അത് ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സൂക്ഷിക്കും. അതാണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? അത് അവിടെ സൂക്ഷിക്കണം. കീപ്പിംഗ് ദാറ്റ് കോഡഡ് ഇൻഫോർമേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ചു നേരം സൂക്ഷിക്കണം. സൂക്ഷിക്കലൊക്കെ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ അത് ആവശ്യമുണ്ട്. ലൊക്കേറ്റിംഗ് ദാൻ ബ്രിങ്ങിങ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ ബാക്ക് ടു ക്യൂരിയസ് മൈൻഡ്. അപ്പോൾ കാണുന്ന വസ്തുവിനെ കൃത്യമായി മനസ്സിലാക്കി, അതെന്താന്ന് മനസ്സിലാക്കി ബ്രെയിനിലേക്ക് കൊണ്ടുപോയി അത് സൂക്ഷിക്കേണ്ട പ്രത്യേക ചാമ്പറുകൾ, അറകളുണ്ട്, അവിടെ കൊണ്ട് സൂക്ഷിച്ച് ആവശ്യമുണ്ടാകുന്ന സമയത്ത് തിരിച്ചെടുക്കാനുള്ള കഴിവാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കോഡ് ചെയ്യണം, എൻകോഡ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, റിട്രീവ് ചെയ്യണം. 3 സ്റ്റേജുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. ഓക്കെ, എക്സാമ്പിൾ, എടാ മോനെ നിന്റെ പേരെന്താ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അലക്സ് എന്ന് പറഞ്ഞു. ഓ, അലക്സ് എന്ന ശബ്ദം കേട്ടു. അപ്പൊ അയാളെ പേര് അലക്സ് ആണ് എന്ന ശബ്ദമാണ് കേട്ടത്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ചെവി കൊണ്ട് കേട്ട് എൻ്റെ തലച്ചോറിലേക്ക് അലക്സ് എന്ന ശബ്ദം ഒരു സൗണ്ട് ആയിട്ട് കൊണ്ടുപോയി ഞാൻ അവിടെ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേൾവി എവിടെയാണോ സൂക്ഷിക്കേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ പിക്ചർ, അവന്റെ രൂപം ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് വായിച്ചിട്ട് എൻ്റെ തലച്ചോറിൽ മെന്റൽ ഇമേജ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അലക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രൂപത്തിലുള്ള ഈ ചെങ്ങായി ആണ് എന്ന് ചിത്രം സൂക്ഷിക്കുന്നു. എന്നിട്ട് പിന്നീട് കാലങ്ങൾ കഴിച്ച് അലക്സ് ഹൗ ആർ യു ഡൂയിങ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പോൾ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും ഈ സാധനം അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കണം. ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മെമ്മറി ഉണ്ട് പറയും. ഇല്ലെങ്കിൽ നമ്മൾ പറയും എടാ എൻ്റെ പേര് സോറി ട്ടാ, ഞാൻ പേര് മറന്നു, എന്നും കൂടി പറയുമെന്ന് പറയും അല്ലെ? അപ്പൊ മെമ്മറി ഇല്ല എന്നർത്ഥം. അപ്പൊ മെമ്മറിയുടെ പ്രോസസ്സ് അങ്ങനെയാണ്. എന്താണ്? എൻകോഡിങ് നടക്കുന്നുണ്ട്, സ്റ്റോറിങ് നടക്കുന്നുണ്ട്, പിന്നെ ഡീകോഡിങ് അല്ലെങ്കിൽ റിട്രീവൽ നടക്കും. ഇങ്ങനെയാണ് മെമ്മറി ഉണ്ടാകുന്നത്. ഇനി മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാം. എത്ര തരത്തിലുള്ള മെമ്മറി ഉണ്ട്? ജനറലി നമുക്ക് 3 തരത്തിലുള്ള മെമ്മറി എന്ന് പറയാം. 1 ഡിക്ലറേറ്റീവ്, 2 നോൺ ഡിക്ലറേറ്റീവ്, 3 സെൻസറി. ജസ്റ്റ് ജനറൽ ഒരു ഓവറോൾ പിക്ചർ മനസ്സിലാക്കുക. മനുഷ്യന്മാർ 2 വിധം, ആണ് പെണ്ണ് എന്ന് പറയില്ലേ, അതേമാതിരി ആണുങ്ങൾ പെണ്ണുങ്ങൾ. പിന്നെ പറയാ ആണ്, ആൺകുട്ടി, പെൺകുട്ടി, പിന്നെ ഭാര്യ, ഭർത്താവ്, ഉമ്മ, ബാപ്പ, ഇങ്ങനെ തുടങ്ങുന്ന പല പല കാറ്റഗറി. അത് വേറെയാണ്. ഇതേ രൂപത്തിൽ നമുക്ക് ജനറലി നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറി എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒറ്റ ബോക്സ് അല്ല, മറിച്ച് അതെന്താണ്? ബ്രെയിനിന്റെ പല പല ഏരിയകളും പല പല ചാമ്പറുകളും ചേർന്നിട്ട് ചില ചാമ്പറുകൾക്ക് ചില ഡ്യൂട്ടിയും മറ്റു ചാമ്പറുകൾക്ക് പല ഡ്യൂട്ടിയും, അങ്ങനെ റോഡ്. അങ്ങനെ വരുമ്പോൾ 3 തരത്തിലുള്ള മെമ്മറി. 1 ഡിക്ലറേറ്റീവ്, അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കുന്നത്,
ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, അത് നിങ്ങൾ ബോധപൂർവം കേൾക്കുന്നു, ആ കേട്ടുകൊണ്ട് നിങ്ങൾ സാധനങ്ങൾ സൂക്ഷിക്കുന്നു. ഡിക്ലറേറ്റീവ് മെമ്മറി. മെമ്മറീസ് വി ആർ കോൺഷ്യസ്ലി അവെയർ ആൻഡ് ഇറ്റ് കാൺ ടോക്ക് അബൌട്ട് ഇറ്റ്. കൃത്യമായി നിങ്ങൾ കേട്ടു, മനസ്സിലാക്കി, സൂക്ഷിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. അപ്പൊ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഡെഫിനിഷൻ നിങ്ങളൊന്ന് പഠിച്ചു. ഇതൊരു ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്, ഡിക്ലറേറ്റീവ് ഇൻഫർമേഷൻ ആണ്. പിന്നീട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാം. അപ്പോൾ ബോധപൂർവം കേട്ടു, മനസ്സിലാക്കി, സൂക്ഷിച്ച് പിന്നെ ആവശ്യ സമയത്ത് എടുക്കാൻ പറ്റുന്ന അത്തരം മെമ്മറി, അതാണ് ഡിക്ലറേറ്റീവ്. രണ്ടാമത്തെ നോൺ ഡിക്ലറേറ്റീവ് എന്ന് പറയും. അത് അൺകോൺഷ്യസ് മെമ്മറീസ് ആണ്. അതായത് നമ്മളെ ചില സ്കില്ലുകളൊക്കെ, നടക്കാൻ നമ്മൾ പഠിച്ചു, അതിങ്ങനെ അങ്ങനെ നടക്കാൻ പഠിച്ചാണ്. ഓടാൻ പഠിച്ചത്, പാടാൻ പഠിക്കുന്നത്, അത് പിന്നെ നമുക്ക് ഓർമ്മ വേണമെന്നില്ല, അതങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് നടക്കും അല്ലെ. അപ്പൊ ബോധപൂർവം കൊണ്ടുപോവുകയും എന്നിട്ട് ബോധപൂർവം സൂക്ഷിക്കുകയും ബോധപൂർവം എടുക്കുകയും ചെയ്യേണ്ട കോൺഷ്യസ് ഇഫോർട്ട് വേണ്ട സാധനമുള്ള അത്തരം മെമ്മറികളെ നമ്മൾ എന്ത് പറയും? ഡിക്ലറേറ്റീവ് മെമ്മറി. അത്ര ബോധമൊന്നുമില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ, എന്റെ വലത് കാലം എടുത്തു വെക്കുന്നു, എന്നിട്ട് ഞാൻ എന്റെ അടുത്ത് കാലം എടുത്തു വെക്കുന്നു, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം. നമ്മൾ ഓട്ടോമാറ്റിക് നടക്കാൻ പറ്റും, ഓട്ടോമാറ്റിക് നടക്കുന്ന അല്ലേ. ചാട്ടം, ഓട്ടം, പാടാൻ മെമ്മറി ഉണ്ട്. അതിന്റെ പേര് സെൻസറി മെമ്മറി എന്നാണ്. അതിന്റെ പേരാണ് ഫ്ലേറ്റിംഗ് മെമ്മറി എന്ന് പറയും. എന്നാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സെൻസറി. ഇനി അതിൽ ഓരോന്നിനും വിശദീകരിച്ചു. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനെ കോൺഷ്യസ് ഇഫോർട്ട് കൊണ്ട് നടക്കുന്നതല്ലേ, ഇന്റൻഷനലി നമ്മൾ കണ്ട് കേട്ടു മനസ്സിലാക്കുന്ന, ഇന്റൻഷനലി പഠിച്ചെടുക്കുന്ന. ഇപ്പൊ നിങ്ങൾ BA FPCയുടെ മെറ്റീരിയൽസുകളൊക്കെ പഠിക്കുകയാണ്, അസൈൻമെന്റിന് വേണ്ടി വായിക്കുന്നു, ഇങ്ങനെ ഇഫോർട്ട് എടുത്ത് ചെയ്യുന്ന, അത് സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിക്ലറേറ്റീവ് മെമ്മറി. അതിനെ നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയും. അങ്ങനെ വരുന്ന മെമ്മറി സിമാൻറ്റിക് ഉണ്ട്, എപ്പിസോഡിക് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ഈ ഡിക്ലറേറ്റീവ് മെമ്മറി അത് രണ്ട് തരത്തിലുണ്ട്. അതെന്താ പറയാ? സിമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക്. സിമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ, അർത്ഥസഹിതം അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന അത്തരം മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, നമ്മൾ യുക്തിയും ബുദ്ധിയും പിന്നെ കാൽക്കുലേഷനും ലോജിക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന സാധനങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2ഉം 2ഉം 4ആണ്, 4ഉം 6ഉം 10ആണ്, 10ൽ നിന്ന് 5 കുറച്ചാൽ 5ആണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ലോജിക്കും കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 നമ്മളിപ്പോ സംസാരിക്കുന്നത് 2026 ജനുവരിയിലാണ്. ഇങ്ങനെയുള്ള
വളരെ കൃത്യമായ മീനിങ് ഫുൾ ആയ ചില ഇൻഫോർമേഷൻ ഉണ്ടാകും. അത്തരം ഇൻഫോർമേഷനെ സിമാൻറ്റിക് പഠിച്ചെടുക്കുന്ന മെമ്മറിയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ആ മെമ്മറി തന്നെ വർക്കിംഗ് മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ വർക്കിംഗ് മെമ്മറി രണ്ടെണ്ണം, സിമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. സിമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തലച്ചോറിൽ സൂക്ഷിക്കുന്ന എല്ലാ ഫാക്റ്റുകളും ലോജിക്കും മീനിങ്ങും ഇതൊക്കെ എന്തെല്ലാം തിയറി പഠിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ഫോർമുലകൾ പഠിച്ചിട്ടുണ്ടോ, ഏതെല്ലാം മീനിങ്ങുകൾ പഠിച്ചിട്ടുണ്ടോ, ആ സാധനങ്ങളൊക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കി പഠിച്ചു കൊണ്ടുവച്ച ആ സാധനങ്ങളൊക്കെ മുഴുവൻ നമുക്ക് എന്തുണ്ടെങ്കിൽ അതിനൊക്കെ സിമാൻറ്റിക് മെമ്മറി. എന്നാൽ മറ്റൊന്ന് എപ്പിസോഡിക് മെമ്മറി എന്നാണ്. എപ്പിസോഡിക് എന്ന് പറയുമ്പോൾ അങ്ങനെ മീനിങ് ഫുൾ ആണെന്നില്ല. നമ്മളെ ലൈഫുമായിട്ട് നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. ഞാൻ 5 വയസ്സായിരുന്ന സമയത്ത് എനിക്ക് 5 വയസ്സാകുമ്പോൾ എന്നെ മദ്രസയിൽ ചേർത്തു. ആ മദ്രസയിൽ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതും അടിച്ചതും പിന്നെ അവിടെ അങ്ങനെ പോയപ്പോൾ സ്കൂളിൽ കളിച്ചിരുന്നതും അങ്ങനെ ചെറിയ ചെറുപ്പകാലത്ത് നടന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലെ? ഒരു 5 വർഷം മുമ്പ് നടന്നത്, 10 വർഷം മുമ്പ് നടന്നത്, കഴിഞ്ഞ ഡിസംബറിൽ നടന്നത്, ഇന്നലെ വൈകുന്നേരം നടന്നത്, ഇങ്ങനെ ചില സംഭവങ്ങളാണ്. ചില അനുഭവങ്ങളും സംഭവങ്ങളും എക്സ്പീരിയൻസും നമുക്ക് നമ്മളെ മനസ്സിൽ, അത്തരം മെമ്മറികളെ നമ്മൾ എന്താ പറയും? എപ്പിസോഡിക് മെമ്മറി. അത് നമ്മുടെ ഡയറി ഉണ്ടാകും. പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, കഴിഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് ഏത് തരം കേക്കാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ അയൽവാസിയുടെ കല്യാണം നടന്ന ആ ദിവസം അന്ന് ഞാൻ എവിടെ പോയി, അങ്ങനെ പോയി. അപ്പൊ ചില ഇൻസിഡന്റുകളും സംഭവങ്ങളൊക്കെ, അത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോൾ എപ്പിസോഡ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് ഓർത്തെടുക്കുന്ന സൂക്ഷിക്കുന്ന അത്തരം വിവരങ്ങളെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും. ഡിക്ലറേറ്റീവ് മെമ്മറിയെ നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയും. വർക്കിംഗ് മെമ്മറി 2 തരം, സിമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക്. സിമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ലോജിക്കലി ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയ എന്ത് കാര്യത്തെയും നമ്മൾ സിമാൻറ്റിക് എന്ന് പറയും. അതേസമയം അങ്ങനെ മീനിങ് ഫുൾ ഒന്നല്ല, ചില ഇൻസിഡന്റ്, അത് നമ്മളെ ലൈഫുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചില സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും. ഡിക്ലറേറ്റീവ് കഴിഞ്ഞു. ജനറൽ ക്ലാസിഫിക്കേഷനിൽ നോൺ ഡിക്ലറേറ്റീവ് അഥവാ ഇംപ്ലിസിറ്റ് മെമ്മറി. ഇംപ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര വലിയ ഇഫോർട്ടൊന്നും ഇല്ലാതെ ഓർക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. മറ്റേ കോൺഷ്യസ് ഇഫോർട്ടോടുകൂടി ഓർക്കുന്നതാണ്, കോൺഷ്യസ് ഇഫോർട്ടോടെ കൊണ്ട് സൂക്ഷിക്കുന്നതാണ്. ഇതങ്ങനെ കോൺഷ്യസ് ഇഫോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ വരുന്നത്. അതെന്നെ 2 തരത്തിൽ കാണാം. മോട്ടോർ പ്രൈമിങ്. മോട്ടോർ സ്കിൽസ് അതിന്റെ ഒരു ഉദാഹരണമാണ്. പ്രൈമിങ് എന്നുള്ളത് മറ്റൊരു ഉദാഹരണമാണ്. ഉദാഹരണം, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചെടുത്തു, പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. നമ്മൾ നീന്താൻ പഠിച്ചു കഴിഞ്ഞാൽ, നീന്താൻ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വെള്ളത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് പിന്നെ അതിങ്ങനെ ഓർത്തെടുക്കണോ? അത് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ? ഓട്ടോമാറ്റിക്കലി വരുന്ന മോട്ടോർ സ്കിൽ. ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ, ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ വണ്ടിയിൽ കയറുന്ന ആക്സിഡന്റ് കണ്ടോ പിന്നെ അത് ഓട്ടോമാറ്റിക് അങ്ങനെ വരും. അതിന് പ്രത്യേക പുസ്തകം ഒന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല, അത് കോൺഷ്യസ്ലി ഇഫോർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ വരും. അത്തരം നടക്കാൻ പഠിച്ചു കഴിഞ്ഞ കുട്ടി പിന്നെ ഓട്ടോമാറ്റിക് നടന്നോളും. സൈക്ലിംഗ് റൈഡ് ചെയ്യാൻ പഠിച്ചൊരു കുട്ടി സൈക്കിളിൽ കയറി ഓട്ടോമാറ്റിക് റൈഡ് ചെയ്തോളും. കളിക്കാൻ അറിയുന്ന കുട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നടക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി മെക്കാനിക്കലി നടക്കുന്ന അത്തരം മെമ്മറികളൊക്കെ ആണെങ്കിൽ അതിനെന്താ നമ്മൾ പറയാം? മോട്ടോർ സ്കിൽസ്, ഓട്ടോമാറ്റിക് മെമ്മറി അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് എന്ന് പറയും. കോൺഷ്യസ് ഇഫോർട്ട് എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യം. അപ്പൊ ചില കാര്യങ്ങളുമൊക്കെ കാണാൻ പഠിച്ച് ഉണ്ടാക്കി ഇഫോർട്ട് എടുത്ത് കൊണ്ടുകൊണ്ടാണെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി. അതുപോലെ തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ് പ്രൈമിംഗ് എന്നുള്ളത്. പ്രൈമിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പെട്ടെന്ന് നമ്മളെ ഓർമ്മയിലേക്ക് വരുന്ന ചില കാര്യം. ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മഞ്ഞ കളറുണ്ട്, പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ പഴ കാണാം, കാരണം മഞ്ഞ അവിടെ കണ്ടിട്ടുണ്ട്. ആ കണ്ട മഞ്ഞയോട് ഏറ്റവും യോജിപ്പുള്ള സാധനമാണ് നമുക്ക് ഇവിടെ ഓർക്കാൻ പറ്റുന്നത്. അത് ഞാൻ കോൺഷ്യസ് ഇഫോർട്ട് എടുക്കാതെ വരുന്നതാണ്. അപ്പൊ കോൺഷ്യസ് ഇഫോർട്ട് എടുക്കാതെ പല കാര്യങ്ങളും നമ്മളെ മൈൻഡിലേക്ക് സൂക്ഷിക്കപ്പെടുകയും ഓർമ്മ വരികയും ചെയ്യുന്നെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് മോട്ടോർ സ്കില്ലിംഗ്, പ്രൈമിംഗ്. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മളൊരു കളർ എന്തെങ്കിലും കണ്ടു, പിന്നെ അത് കാണുമ്പോഴേക്ക് അതിന്റെ ഓർമ്മ വരിക, അതിന് സമാനമായത് ഓർമ്മ വരിക. ഒരു വ്യക്തിയെ കണ്ടു, അപ്പോഴേക്ക് വേറെ ആളുകൾ ഇതിന് കണക്ട് ചെയ്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ കേട്ടപ്പോഴേക്ക് മറ്റൊരാൾ വ്യക്തി ഓർമ്മ, ആ ഓർമ്മ എന്താണ് നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് വരും. അത് പ്രൈമിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ആ 3ാമത്തെ മെമ്മറി പഠിക്കുകയാണ്. നമ്മൾ ജനറൽ ക്ലാസിഫിക്കേഷനെ പഠിച്ചത് ഒന്നെന്തായിരുന്നു? ഡിക്ലറേറ്റീവ്, കോൺഷ്യസ് ഇഫോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നത്. 2ാമത്തത് നോൺ ഡിക്ലറേറ്റീവ്, അത്ര ഇഫോർട്ടൊന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വരുന്നത്. 3ാമത്തത് സെൻസറി മെമ്മറി, അതായത് ഫ്ലീറ്റിംഗ് റിക്കോർഡ് എന്ന് പറയും.
അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് നമ്മളെ എൻവയോൺമെന്റ്, അതായത് ഞാൻ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഈ ചുറ്റുപാട്, ആ ചുറ്റുപാടിൽ ഞാൻ കാണുന്ന ആദ്യത്തെ സാധനം, അല്ലെങ്കിൽ എന്തെല്ലാമാണോ നാം കാണുന്നത്, എന്തെല്ലാമാണോ കേൾക്കുന്നത്, എന്തെല്ലാമാണോ അനുഭവിക്കുന്നത്, അതൊക്കെയാണ്. അപ്പൊ കണ്ണുകൊണ്ട് കണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആ സാധനം, അതിനെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഫോക്കസും ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ടത്, ജസ്റ്റ് കേട്ടത്, ജസ്റ്റ് അനുഭവിച്ചത്, ജസ്റ്റ് ഫീൽ ചെയ്തത്, ജസ്റ്റ് മണത്തത്, ജസ്റ്റ് രുചിച്ച്, ഇതൊക്കെയാണ് സെൻസറി മെമ്മറി. ദിസ് ഇസ് ദ വെരി സ്റ്റേജ് വെയർ ഇൻഫോർമേഷൻ ഫ്രം ദ എൻവയോൺമെന്റ് എന്റേഴ്സ്. എൻവയോൺമെന്റിൽ നിന്നും ഇൻഫോർമേഷൻ നമ്മൾ ബ്രെയിനിലേക്ക് പോകുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഒരു വസ്തുവിനെ കാണുന്നു, അതെന്താന്ന് മനസ്സിലാക്കുന്നു, ജസ്റ്റ് അത്രേ ഉള്ളൂ. സെക്കൻഡുകൾ മാത്രമുള്ള ആ മെമ്മറി, അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി. ആ കണ്ട ഓർമ്മ, കേട്ട ഓർമ്മ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് സെൻസറി മെമ്മറി എന്താവുന്നു, ഷോർട്ട് ടൈം മെമ്മറിക്ക് പോകും. അതിനെ നമ്മൾ പിന്നീട് പഠിക്കും. ജനറലി നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്നെന്താണ് ഡിക്ലറേറ്റീവ്, കോൺഷ്യസ് ഇഫോർട്ട് എടുത്ത് സൂക്ഷിക്കുന്നത്. നോൺ ഡിക്ലറേറ്റീവ്, അതായത് ഒരു ഇഫോർട്ടും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത്. 3 സെൻസറി, അതായത് ജസ്റ്റ് കാണുകയോ കേൾക്കുകയോ ചെയ്ത ഫസ്റ്റ് ആ ഇൻഫോർമേഷൻ, റെക്കോർഡിംഗ് ഒന്നും ചെയ്യാത്ത സാധനം. ഇത് എക്സ്ട്രീംലി ഷോർട്ടാണ്, വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ, ചുരുങ്ങിയ അളവേ നിൽക്കുള്ളൂ, ചുരുങ്ങിയ സമയം നിൽക്കുള്ളൂ. അതായത് ഒരു മില്ലി സെക്കൻഡ്, 200 മില്ലി, ഒരു സെക്കൻഡ് പോലും ഇല്ല. ഒരു സെക്കൻഡ് പറഞ്ഞാൽ എത്ര? 1, 2, 3, 4, 5, ഇതിപ്പോ 5 സെക്കൻഡായി. അതിനെ കഷ്ണിച്ച് അപ്പൊ 200-500 മില്ലി സെക്കൻഡേ നിൽക്കുന്നുള്ളൂ. അതില് അങ്ങനെ നിൽക്കുന്ന സെൻസറി മെമ്മറിയിൽ വിഷ്വൽ വിടുന്നുണ്ട്, ഓഡിറ്ററി വിടുന്നുണ്ട്, ഓൾഫാക്ടറി വിടുന്നുണ്ട്, ഗസ്റ്റേറ്ററി വിടുന്നുണ്ട്, ടാക്ടൈൽ വിടുന്നുണ്ട്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാണുന്നത്, കണ്ണുകൊണ്ട് കാണുന്നതിനെ നമ്മൾ വിഷ്വൽ മെമ്മറി എന്ന് പറയും. ചെവി കൊണ്ട് കേൾക്കുന്നതിനെ നമ്മൾ ഓഡിറ്ററി മെമ്മറി എന്ന് പറയും. മൂക്കുകൊണ്ട് മണത്ത് മനസ്സിലാക്കുന്നതിനെ ഓൾഫാക്ടറി എന്ന് പറയും. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ സ്കിന്ന് കൊണ്ട്, കൈ കൊണ്ട് തൊട്ടിട്ട് അത് തണുപ്പാണ്, ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോ, എന്തോരു ചൊറിയല്, അതൊക്കെ ടാക്ടൈലാണ്. ജസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ രുചിച്ചിട്ട്, ഇത് ഭയങ്കര പുളിയുണ്ട്, ഭയങ്കര മധുരമുണ്ട്, ഇതെന്തോ ഒരു കയ്പ്, ഇതൊക്കെ പറയും, അത് ജസ്റ്റേറ്ററി ആണ്. ഇതൊക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്ന ആ സാധനം, ജസ്റ്റ് കണ്ടത്, ജസ്റ്റ് കേട്ടത്, ജസ്റ്റ് മണത്തത്, ജസ്റ്റ് ടച്ച് ചെയ്ത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയോ അതിനെക്കുറിച്ച് പഠിക്കുകയോ ഇഫോർട്ട് എടുക്കുകയോ അറ്റൻഷൻ നടത്തുകയോ ചെയ്തിട്ടില്ല, അത്തരം മെമ്മറികളെ നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയും. ഈ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അത് വിഷ്വൽ ഉണ്ടാകാം, ഓഡിറ്ററി ഉണ്ടാകാം, ഓൾഫാക്ട് ഉണ്ടാകാം, ഗസ്റ്റേറ്ററി ഉണ്ടാകാം, ടാക്ടൈൽ ഉണ്ടാകാം. അങ്ങനെയുള്ള മെമ്മറികളെ നമ്മൾ ഐക്കണിക് മെമ്മറി, ഇക്കോയിക് മെമ്മറി, ഇങ്ങനെ പല പേരിടും. ഐക്കണിക് എന്ന് പറഞ്ഞാൽ കണ്ടത്. ഉദാഹരണം ചെയ്തു, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മിന്നലാട്ടം കണ്ടു. ആ കണ്ട സാധനം എന്താ കണ്ട്, എന്താ എനിക്ക് ഓർമ്മയില്ല, ഒരു സംഭവം പോണാണ്ടിരുന്നു. അല്ല, വലിയ സ്പീഡിൽ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അത് അംബാസഡർ ആണോ അതോ സുമോ ആണോ എനിക്കറിയില്ല, ഒരു വണ്ടിയാണ് പോയി. സെൻസറി അതെന്നെ വിഷ്വലാണ്. ഒരു സൗണ്ട് കേട്ട്, എന്ത് സൗണ്ട് എനിക്കറിയില്ല, ഒരു സൗണ്ട് ഓഡിറ്ററി, അതൊരു ജസ്റ്റ് കേട്ടിട്ടുള്ളൂ, എന്താണ് ആരുടെ ശബ്ദം എനിക്കറിയില്ല, എന്തോ ഒരു ശബ്ദം കേട്ടിന്. അതിന് ഇക്കോയിക് മെമ്മറി എന്ന് പറയും, കേട്ടത്. ഓക്കെ, കേട്ട മെമ്മറി ആണെങ്കിൽ ഇക്കോയിക്ക്, കണ്ടതാണെങ്കിൽ ഐക്കണിക്ക്. ഇങ്ങനെ ഐക്കണിക്കും ഇക്കോയിക്കും അഥവാ വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ടാക്ടൈൽ എന്നിങ്ങനെ 5 തരത്തിലുള്ള സെൻസറി മെമ്മറി നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അറ്റൻറ്റീവ് അല്ലെങ്കിലാണ്. നമ്മളൊരു സാധനം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിക്കും, അത് ശരി, അത് പള്ളിയിലെ ബാങ്കാട്ടോ, അപ്പോഴേക്കതെന്തായി, ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തി. നമ്മൾ ശ്രദ്ധ കൊടുത്ത് എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു, അപ്പൊ അത് അറ്റൻഷൻ കൊടുത്തു, അപ്പോഴേക്കത് ഷോർട്ട് ടൈം മെമ്മറിക്കായി. അറ്റൻഷൻ ഒന്നും ഇല്ലാതെ കണ്ട് കേട്ട് അനുഭവിച്ചു പോകുന്ന സാധനം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്, പലതും നമ്മൾ അനുഭവിക്കുന്നു, പക്ഷെ അതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. ഇങ്ങനെ വരുന്ന മെമ്മറികളെ സെൻസറി, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു പോകുന്ന മെമ്മറിയെ സെൻസറി മെമ്മറി എന്ന് പറയും. ഇതൊക്കെയാണ് ഇക്കോയിക്, ഐക്കണിക്, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ഹാപ്റ്റിക് എന്നൊക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടോ, അപ്പോൾ മെമ്മറിയെ ജനറലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, പിന്നെ സെൻസറി മെമ്മറി എന്നിങ്ങനെ തരം തിരിക്കാം. അത് പ്രത്യേക പേരും ഇതൊന്നും ഇല്ലാത്ത ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ തിയറിയിലേക്ക് എടുക്കണം. മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള പല തിയറീസും. ആദ്യത്തെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തിയറി ട്രഡീഷണൽ തിയറിയാണ്, അല്ലെങ്കിൽ സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി. എന്താണ് സ്റ്റേജ്? 1 സ്റ്റേജ്, 2nd സ്റ്റേജ്,
തേർഡ് സ്റ്റേജ്. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം. മെമ്മറിക്ക് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് എന്ന് പറഞ്ഞ ആദ്യം സ്ഥാപിച്ചൊരു തിയറിയാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. ആരാൾക്കാർ? അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ എന്ന് പറയുന്ന 2 സൈക്കോളജികൾ 1968 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു തിയറിയാണ്. നല്ലോണം ഓർക്കണം. ഇത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ ആവശ്യമുണ്ട് കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ. മാത്രമല്ല, നിങ്ങൾ ഇനി മറ്റു തിയറികൾ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ കൊഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞ സംഭവം പഠിക്കാണ്ട് അതിലും വരും. പലപ്പോഴും എസ്സേക്ക് വരാൻ സാധ്യതയുള്ളതാണ് മെമ്മറിയുടെ ചെറിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ട്രഡീഷണൽ തിയറി, പാരമ്പര്യമായിട്ട് മെമ്മറിയെ 3 കാറ്റഗറി ആയിട്ട്, 3 സ്റ്റേജുകളായിട്ട്, ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആരാണ് സൈക്കോളജിസ്റ്റ്? അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ, 1968. ഇവര് പറഞ്ഞ വെച്ചാല് നമ്മുടെ ഓർമ്മശക്തി എന്നൊക്കെ പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ മാതിരിയാണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു, വേർഡിൽ അല്ലെങ്കിൽ എക്സലിൽ അങ്ങനെ ടൈപ്പ് ചെയ്തത് അവിടെ ഉണ്ട്. അത് റാമാണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. അത് ഞാൻ സേവ് ചെയ്താൽ മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ അത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ടൈപ്പ് ചെയ്ത് അവിടെ വന്ന ആ സാധനങ്ങൾ തൽക്കാലം വർക്കിംഗ് മെമ്മറിയിൽ നടക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ജസ്റ്റ് അത് സെൻസറി മെമ്മറി എന്ന് പറയും. ഓക്കെ, കമ്പ്യൂട്ടറിനെ പോലെ തന്നെ സെൻസറി മെമ്മറി. അത് കഴിഞ്ഞ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി അതിലേക്ക് ഇങ്ങനെ ഡീറ്റെയിൽ പോയി കുറച്ചിങ്ങനെ പോകുമ്പോൾ അതിലേക്ക് വരുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി. അപ്പോ മെമ്മറിയുടെ 3 ഘട്ടങ്ങൾ: 1 സെൻസറി, 2 ഷോർട്ട് ടൈം, 3 ലോങ് ടൈം മെമ്മറി. SM, STM, LTM. അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ പറയുന്നതാണ് മെമ്മറി എന്ന സാധനം ഓർമ്മ ഉണ്ടാകുന്നത് എങ്ങനെ? 3 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം സെൻസറി സ്റ്റേജ് എന്ന് പറയും, പിന്നെ അത് രണ്ടാമതെത്തുമ്പോൾ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയും, അത് കുറച്ചും കൂടി കഴിയുമ്പോൾ ലോങ് ടൈം മെമ്മറി എന്ന് പറയും. അതിനെ കുറിച്ച് പറയും. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു പേര്, നേരത്തെ നമ്മൾ ജനറൽ തിയറിയാണ് പറഞ്ഞത്, ജനറൽ കാഴ്ചപ്പാട് പറഞ്ഞ്. ഇനി ഓരോ വ്യക്തികളുടേത് പറയാം. സെൻസറി എന്ന് പറഞ്ഞാല് ഞാൻ കണ്ണുകൊണ്ട് കണ്ട, ചെവി കൊണ്ട് കേട്ട, ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കിയ, അറ്റൻഷൻ ഒന്നും ഇല്ലാതെ തൽക്കാലം സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്ന ആ മെമ്മറിയെ സെൻസറി മെമ്മറി എന്ന് പറയും. ഇത് ഭയങ്കര കപ്പാസിറ്റിയാണ്, പക്ഷെ കൂടുതൽ വോള്യം ഉണ്ടാവില്ല. അതായത് ഈ ലോകത്തുള്ള മുഴുവൻ, ഇപ്പൊ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതും എന്റെ കണ്ണിൽ കാണുന്നുണ്ട്, പക്ഷെ എല്ലാം കൂടി എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഞാനതിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് 2-3 പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ എന്റെ ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തും. ആവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കും. അല്ലേ? അതാ പറഞ്ഞത്. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 സെക്കൻഡ് ഒക്കെ ഉണ്ടാകുള്ളൂ. കുറേ സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ കൂടുതൽ നിൽക്കൂല. അര സെക്കൻഡ്, 1/4 സെക്കൻഡ് ഒക്കെ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന അത്തരം മെമ്മറി സെൻസറി മെമ്മറി. ആ ഘട്ടം കഴിഞ്ഞ് നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുകയും അതിലേക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ഡീറ്റെയിൽ ആയി നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം മെമ്മറിക്ക് നീങ്ങും. സെക്കൻഡ് ഫേസ് ഷോർട്ട് ടൈം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി വളരെ കുറവാണ്. പൈപ്പിന്റെ വീതി കുറവാണ്, ബക്കറ്റിന്റെ വലിപ്പം കുറവാണ്. അതൊരു 30 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ നിൽക്കും. അപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, മില്ലി സെക്കൻഡുകൾ നിൽക്കുള്ളൂ. പക്ഷെ അതിലേക്ക് നമ്മൾ ഒരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തും. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു അര സെക്കൻഡ് ഒക്കെ നിൽക്കും. അതായത് 1, 2, 3, അതായത് അങ്ങനെ പോയിട്ട് ഒരു 20 സെക്കൻഡ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ്, അഥവാ അര മിനിറ്റ് ഒക്കെ. അര മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ മറന്നു പോകും. അതാണ് ഷോർട്ട് ടൈം മെമ്മറി. അതാണ് പലപ്പോഴും നമ്മൾ ക്ലാസ് ഒക്കെ നല്ലോണം കേൾക്കും, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. കാരണം അത് ഷോർട്ട് ടൈം മെമ്മറിയിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും. അത് മറക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലോങ് ടൈം മെമ്മറിക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എന്താ ലോങ് ടൈം മെമ്മറി? നമുക്ക് പഠിക്കാം. അപ്പൊ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേട്ടത്, ജസ്റ്റ് കണ്ടത്. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ കണ്ടു, കേട്ടു, പക്ഷെ അതിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം മെമ്മറിയോ. അതൊരു അര മിനിറ്റ് 3/4 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതിനെ റിപ്പീറ്റ് ചെയ്യുകയോ റിഹേഴ്സ് ചെയ്യുകയോ അതിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിക്ക് പോകും. അപ്പോ 3 സ്റ്റേജുകളാണ് മെമ്മറിക്കുള്ളത്. ആരാ പറഞ്ഞത്? അറ്റ്കിൻസൺ, ഷിഫ്രിൻ. 1968 അവർ പറയുന്നു മെമ്മറി എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മെമ്മറി. അത് വളരെ ലിമിറ്റഡ് ആയ സെക്കൻഡുകളെ നിൽക്കുള്ളൂ, അഥവാ ലെസ് ദാൻ സെക്കൻഡുകളൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. കേട്ടതോ അനുഭവിച്ചതോ അത് ഹ്യൂജ് കപ്പാസിറ്റി നമ്മളെ ബ്രെയിനിലേക്ക് വരുന്നുണ്ടാവും, പക്ഷെ അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഹ്യൂജ് കപ്പാസിറ്റി ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. കണ്ട വസ്തുവിനെ 4-5 ഓർമ്മ ഉണ്ടാവും.
കേട്ട വസ്തുവിനെ 5 6 ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനൊക്കെ ഓർമ്മ ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് മറന്നു പോകും. അതാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞ സാധനം. അതും കഴിഞ്ഞ് നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങളും നിൽക്കും. അതാണ് ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. നമ്മളെ മൈൻഡിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്, പക്ഷെ കുറഞ്ഞ സെക്കൻഡുകൾ ഉണ്ടാവും. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്, പക്ഷെ ഒരു 1/2 സെക്കൻഡ് ഒക്കെ ഉണ്ടാകും. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കടല് പോലെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതങ്ങനെ പരന്ന് കിടക്കുക. എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലങ്ങളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം, ചിലപ്പോൾ മരിക്കണവരെ ഓർമ്മ ഉണ്ടാവും ലോങ് ടൈം മെമ്മറിയിലെ കാര്യങ്ങൾ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച അലിഫ്, ബാ, താ, അല്ലെങ്കിൽ ABCD അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ പാട്ടുകളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച അവസാനം വരെ ഓർമ്മ ഉണ്ടാവും. കാരണം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ റിപ്പീറ്റ് റിഹേഴ്സൽ എലാബറേഷൻ കാര്യങ്ങൾ വരുമ്പോൾ ഇത് ലോങ് ടൈം മെമ്മറി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും. അതിനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, അടുപ്പുണ്ടാവും, ആവർത്തിക്കുന്നുണ്ടാവും, ഡീറ്റെയിൽ ആയി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യം നമ്മൾ മറക്കില്ല. അതാണ് ലോങ് ടൈം മെമ്മറി. എന്നാൽ കുറച്ച് കേട്ടുകൊണ്ട കുറിച്ച് ഓർമ്മ ഉണ്ട്, അത് ഷോർട്ട് ടൈം മെമ്മറി. കേട്ടു മറന്നു, അത് സെൻസറി. ഇങ്ങനെ മെമ്മറി 3 ഘട്ടങ്ങളായി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ 1968 പറഞ്ഞു. അപ്പോ സെൻസറി മെമ്മറിയിലുള്ള ഒരു സാധനം ഷോർട്ട് ടൈം മെമ്മറിക്ക് പോകണമെങ്കിൽ ശ്രദ്ധിക്കണം, അറ്റൻഷൻ ഉണ്ടായാൽ മതി. പക്ഷെ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള ഒരു വസ്തു ലോങ് ടൈം മെമ്മറിക്ക് പോകണമെങ്കിൽ ശ്രദ്ധ മാത്രം പോരാ, റിപ്പീറ്റ് ചെയ്യണം, റിഹേഴ്സ് ചെയ്യണം, ആവർത്തിക്കണം. എങ്ങനെ ആവർത്തിക്കണം? അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, കൂടുതൽ വായിച്ച്, അതിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കി, സിമാൻറ്റിക് ആയിട്ട് അതിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ലോങ് ടൈം മെമ്മറി. ഇതാണ് ആ തിയറിയിലൂടെ പറഞ്ഞത്. അതായത് ത്രൂ എലാബറേറ്റീവ് റിഹേഴ്സൽ. എലാബറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പൊടിപ്പും തുങ്ങലൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇതുമായി അതുള്ള കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സംഭവമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവുമായി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ സംഭവമായിട്ട്, ഉമ്മയുടെ, ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ എലാബറേഷൻ എന്ന് പറയും. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ്ങും ഇതിന്റെ കണക്ഷനും, അത് ഏത് തരത്തിലുള്ളതാണ്, അത് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്തരം സാധനങ്ങൾ. അപ്പോൾ ഇൻഫോർമേഷൻ മൂവ്സ് ഫ്രം സെൻസറി മെമ്മറി ടു ഷോർട്ട് ടൈം മെമ്മറി, എങ്ങനെ? ത്രൂ അറ്റൻഷൻ ആൻഡ് ടു എസ്റ്റിം. എവിടേക്ക്? ലോങ് ടൈം മെമ്മറിക്ക് എങ്ങനെ വന്നു? ത്രൂ എലാബറേഷൻ ആൻഡ് റിഹേഴ്സൽ. അപ്പോൾ സെൻസറി മെമ്മറി ഉള്ള സാധനം രണ്ടാമത്തെ ചാമ്പറായ, രണ്ടാമത്തെ ഫേസ് ആയ ഷോർട്ട് ടൈം മെമ്മറിക്ക് എങ്ങനെ? അറ്റൻറ്റീവ് ആയാൽ. എന്നാൽ അവിടെയുള്ള ഒരു സാധനം ലോങ് ടൈം മെമ്മറിക്ക് പോലെ എങ്ങനെ? റിഹേഴ്സൽ, റിപ്പീറ്റേഷൻ, സിമാൻറ്റിക് റീഡിങ്, സിമാൻറ്റിക് റിപ്പീറ്റേഷൻ. ഇതാണ് മാർഗം. അതാണ് തിയറി പറഞ്ഞിട്ടോ. അതായത് ആ ഇമേജ് നോക്കുക, അടിയിൽ കാണിച്ചുള്ളത് എൻവയോൺമെന്റൽ ഇൻപുട്ട്, അഥവാ പ്രകൃതിയിലുള്ള സാധനങ്ങൾ, നമ്മുടെ ചുറ്റുപാടിലുള്ള സാധനങ്ങൾ, അത് കാണുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിലുള്ള മനസ്സിൽ, അതാണ് സെൻസറി മെമ്മറി. സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. അത് അറ്റൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഫോർഗെറ്റ് ചെയ്യും, അതാണ് കീപ്പിട്ട് പോയി. എന്നാൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രീൻ ബോക്സിലുണ്ടല്ലേ, അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റോസ് ബോക്സിലേക്ക് എത്തി. അതായത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി വർക്കിംഗ് മെമ്മറിക്ക് എത്തും. ആ വർക്കിംഗ് മെമ്മറിയിൽ ഉള്ള സാധനം മൂന്നാമത്തെ ചേംബർ അഥവാ ലോങ് ടൈം മെമ്മറിക്ക് പോകുന്നു. എങ്ങനെ? റിഹേഴ്സൽ, റിപ്പീറ്റേഷൻ, റിഹേഴ്സൽ, റിപ്പീറ്റേഷൻ. അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ പഠിക്കും. ഇങ്ങനെയാണ് മെമ്മറി ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തത് അറ്റൻഷൻ കൊടുക്കുമ്പോൾ രണ്ടാമത്തേലെത്തുന്നു, രണ്ടാമത്തേന്നും അറ്റൻഷൻ കൊടുക്കുമ്പോൾ എലാബറേറ്റീവ് റിഹേഴ്സൽ നടക്കുമ്പോൾ മൂന്നാമത്തേലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് മെമ്മറി ഉണ്ടാകുന്നത്, മെമ്മറി വർക്ക് ആകുന്നത് എന്നാണ് 1968 ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പഠിച്ച് ട്രഡീഷണലി മനസ്സിലാക്കിയ ഒരു തിയറി അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഓർമ്മ ഉണ്ടാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ. അതൊരു 3 ഘട്ടങ്ങളായിട്ടോ ചേംബറുകളോ ആയിട്ടല്ല, ഫേസുകളല്ല. പിന്നെ ഇങ്ങനെയാണ്. അത് ആരാ പറഞ്ഞത്? ക്രെയ്ക്കൻ ടുൽവിങ്. വേറെ പുസ്തകത്തിൽ ക്രെയ്ക്കൻ ലുക്കാർട്ട് എന്നൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമുക്കിത് പഠിച്ചു ഇന്റലിജൻസ് എന്ന ചാപ്റ്റർ ഒക്കെ പഠിക്കും. അവിടെ നിങ്ങൾ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. ജസ്റ്റ് മെമ്മറിയെ കുറിച്ച് പഠിക്കുക. ക്രെയ്ക്കൻ ടുൽവിൻ 1975 68 അത്. അത് കഴിഞ്ഞൊരു 8 വർഷമായപ്പോഴേക്ക് 75 എന്ത് ചെയ്തു? 7 വർഷമാകുമ്പോഴേക്ക് പുതിയൊരു തിയറി വന്നു. ഇവർ പറഞ്ഞാല് ആദ്യം ഒരു സെൻസറി മെമ്മറി, പിന്നെ ഒരു ഷോർട്ട് ടൈം മെമ്മറി, പിന്നെ ഒരു ലോങ് ടൈം മെമ്മറി. അങ്ങനെ ചേംബറുകളോ ഫേസുകളോ അല്ല. പിന്നെ അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെമ്മറി എന്ന് പറഞ്ഞ സാധനം പ്രോസസ്സിംഗ് ആണ്.
പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഇൻപുട്ട് വന്നിട്ടുള്ള അതൊരു പ്രത്യേക രീതിയിൽ ഒരു ഒഴുക്കാണ്, ഒരു താളമാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പഠിച്ചത് എങ്കിൽ അത്. പക്ഷെ അതിനെ ഡീറ്റെയിൽ ആയി ഒന്നും കൂടി ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്. അതിനേക്കാൾ ഒന്നും കൂടി എലാബോറേറ്റ് ആയി ആഴത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ആദ്യത്തത് ഷാളോ മെമ്മറി എന്ന് പറയും. ജസ്റ്റ് ഒരു കേട്ടറിവ്, ജസ്റ്റ് ഒരു കണ്ടറിവ്, അതായത് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ടു ജസ്റ്റ് കേട്ടു, അതാണ് സെൻസറിയാണ്. അതേമാതിരിയുള്ള ഒരു മെമ്മറിയാണ് ഷാളോ മെമ്മറി. എന്നാൽ ഷാളോ മെമ്മറിയിലുള്ള ഒരു സാധനത്തെ നമ്മൾ കുറച്ചും കൂടി അടുത്തറിയുകയാണെങ്കിൽ അതിന്റെ ഫൊണോളജിക്കൽ മെമ്മറി എന്ന് പറയും. ഫൊണോളജിക്കൽ മെമ്മറി, ഫിസിക്കൽ മെമ്മറി അത് ഒന്നും കൂടിയും കൂടുമ്പോൾ ഫൊണോളജിക്കൽ അഥവാ മീഡിയം ലെവലിൽ തോന്നുന്നു. അത് കുറച്ചും കൂടി ഒരു പൊടിപ്പും തുങ്ങലും കുറച്ചുകൂടി കഴമ്പുള്ള ഓർമ്മയാണ്. അത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ സിമാൻറ്റിക്, ഡീപ്പസ്റ്റ് ലെവൽ. അപ്പോൾ പെരിഫറൽ ആയിട്ട് മേലെ ഒരു 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 പാളിയായിട്ട് കാണുന്ന ഒരു ഓർമ്മ, കൃത്യമായൊരു ധാരണ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അറിവ്. അതാണ് ഷാളോ ഇഫക്റ്റ് പറയും. വലിയൊരു ഇഫക്റ്റ് ഒന്നുമില്ല അല്ലെ? പഞ്ചോ പഞ്ചോ എന്താ ഭയങ്കര ക്ഷീണം, അങ്ങനല്ല, ചെറുതായിട്ടൊരു ക്ഷീണം അല്ലെ? ഷാളോ. ഇതാണ് ഫിസിക്കൽ മെമ്മറി. ഷാളോ മെമ്മറി ജസ്റ്റ് ഒരു എന്താണ് ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ പറയില്ലേ, അതാണ് ഷാളോ മെമ്മറി എന്ന്. ഇത് എന്നാൽ അങ്ങനെയല്ല, അത് ഇതുപോലെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കണക്ഷനൊക്കെ ഉണ്ടാവില്ലേ, അതെത്തുമ്പോൾ ഫൊണോളജിക്കൽ. ആ വാക്കിലെ പിടിച്ചിട്ട് അതിന്റെ രൂപം പിടിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത് ഫൊണോളജിക്കൽ. അതും കഴിഞ്ഞ് ഇതല്ല, അതിന്റെ ഡീറ്റെയിൽ, അതിന്റെ നീളവും വീതിയും ആഴവും പരപ്പും കളറും കൂടുതൽ ഡീറ്റെയിൽ അറിയുമെങ്കിൽ സിമാൻറ്റിക്. അപ്പോ മെമ്മറി 3 ലെവലിലാണ്, 3 സ്റ്റേജ് അല്ല, ലെവലിലാണ്. ജസ്റ്റ് പെരിഫറലായിട്ട് മേലെ പൊളിയിൽ അറിയുന്ന ഒരു ആകെ ജസ്റ്റ് ഒരു അറിവ്, അത് സിമാൻറ്റിക്, ഷാളോ അഥവാ ഫിസിക്കൽ. രണ്ടാമത്തെ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയത് ഫൊണോളജിക്കൽ, മീഡിയം ലെവൽ. നല്ലോ ആഴത്തിൽ പോയത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചോദിച്ചാലും അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അറിവുണ്ടെങ്കിൽ അതിനെ സിമാൻറ്റിക് എന്ന് പറയും, ഡീപ്പസ്റ്റ് ലെവൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആ ഉദാഹരണത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ, ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഫിസിക്കൽ ഷാലോന്റെ നേരെ. ആ ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അതിപ്പോ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്, അതിപ്പോ ഏരിയൽ ഫോണ്ട് കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്, അതങ്ങനെ ബോൾഡൊന്നുമല്ല, സാധാ ഒരു സ്ട്രൈറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ആ എഴുതിന്റെ ആ ഫിസിക്കൽ കാര്യങ്ങൾ മാത്രം പറയുന്നത്. എന്താ എഴുതിയത്? ടേബിൾ എന്ന് എഴുതിയത് അത് ക്യാപിറ്റൽ ലെറ്റർ TABLE, ടേബിൾ എന്നാണ് വായിക്കുക. അത് ഏരിയൽ എന്ന ഫോണ്ടാണ്, ബോൾഡ് ഒന്നുമല്ല, അണ്ടർലൈൻ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫിസിക്കൽ, അതിന്റെ മൊത്തത്തിലെ പെരിഫറൽ കാര്യങ്ങൾ അറിയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല, ഈവൻ അതിന്റെ മീനിങ് പോലും അറിയില്ല. അതാണ് അങ്ങനത്തെ ഒരു അറിവുണ്ടല്ലോ, എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ അറിയുന്നുള്ള പറഞ്ഞാൽ ആ ഒരു അറിവാണ് ഷാളോ അറിയുന്നത്. ഡീപ്പ് ലെവലിൽ മീനിങ്ങിലേക്കും പെരിഫറലായിട്ടും ജസ്റ്റ് അങ്ങനെ അതിന്റെ വശങ്ങളൊന്നും അറിയാത്ത, എന്താണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നും അറിയാത്ത ജസ്റ്റ് ഒരു അറിവ്. എന്നാൽ ഫൊണോളജിക്കൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആഴത്തിൽ. ഉദാഹരണം ഹാറ്റ് എന്ന വാക്ക് ക്യാറ്റ് എന്ന റൈമിങ്ങിലുള്ളതാണ്, അതായത് എന്റെ പ്രൊനൗൺസിയേഷൻ ഏകദേശം അതുപോലെയാണ്. ഹാറ്റ്, ക്യാറ്റ്, മാറ്റ്. അപ്പോൾ HATCAT അതൊക്കെ ഒരു റൈമാണ്. അപ്പൊ എന്താ, ആ കേവലം വാക്ക് എന്നതിനേക്കാൾ ഉപരി അതിന്റെ റൈമിങ്ങും അതിന്റെ ഉച്ചാരണവും അതിന്റെ ഇതൊക്കെ മനസ്സിലായി, സ്ലാങ് ഒക്കെ മനസ്സിലാക്കി കുറച്ചും കൂടി ആഴത്തിൽ. എന്നാൽ മൂന്നാമത്തെ ലെവലിൽ പറയുമ്പോൾ അങ്ങനെയല്ല. ആദ്യത്തെ ടേബിളിനെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കുക. ഈ അവസാനം സിമാൻറ്റിക് എന്ന് പറയുമ്പോൾ ഡീപ്പസ്റ്റ് ലെവൽ. ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ സാധനം ക്യാപിറ്റൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്, ബോൾഡ് ആണ്, മാത്രല്ല ഈ ടേബിൾ എനിക്കറിയാം, നമ്മള് ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ, 4 കാലുള്ള, അതാണ് ടേബിൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ ഉണ്ടാവൂലേ, അത് ഈ കണ്ടില്ലേ, അങ്ങനെ കാലുള്ള ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന, ലാപ്ടോപ്പ് വെക്കുന്ന, നമ്മൾ സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. എന്നാളെ നമ്മൾ വാങ്ങിയ പത്രക്കാശ് കൊടുത്തില്ലേ, അതിനാണ് ആ ടേബിൾ എന്ന് പറയും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ അതിന് സിമാൻറ്റിക് എന്ന് പറയും. അപ്പൊ ഏതൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും എന്താണ് എങ്ങനെയെന്നൊന്നും അറിയാത്തൊരു അറിവുണ്ടല്ലോ, അത് ഷാളോ. എന്നാൽ കുറച്ചെന്തൊക്കെയോ അറിയും, അത് എന്താണ്, ഫൊണോളജിക്കൽ. കൃത്യമായിട്ട് അളന്നു മുറിച്ചതിന്റെ കളറും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആ ഒരു ലെവലാകുമ്പോൾ സിമാൻറ്റിക് എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി. അപ്പോൾ ഷാളോ ലെവലാണെങ്കിൽ മറക്കാൻ സാധ്യത കൂടുതലാണ്, ഫൊണോളജിക്കൽ ഓർക്കാൻ കുറച്ചൊക്കെ സാധ്യത ഉണ്ട്, സിമാൻറ്റിക്കലോ മറക്കാൻ സാധ്യത കുറവാണ്, മിക്കവാറും ഓർത്തിരിക്കും. അപ്പോൾ മെമ്മറിയുടെ ലെവൽ എന്താണ്? ഷാളോ ലെവല്, പിന്നെ ഫൊണോളജിക്കൽ ലെവല് മിഡില്,
പിന്നെ ഡീപ്പസ്റ്റ്, ആഴക്കടൽ പോലെ ആഴ്ന്നു കിടക്കുന്ന, പെട്ടെന്നൊന്നും പിഴുതെറിയാനോ മറക്കാനോ കഴിയാത്ത സിമാൻറ്റിക്. ഇപ്പൊ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഷാലോ റീഡിങ് പോരാ, ഷാലോ കേൾക്കൽ പോരാ, പിന്നെ സിമാൻറ്റിക് റീഡിങ്, സിമാൻറ്റിക് പഠനമാണ്. എന്താണ് ഈ വായിക്കുന്നത്, എന്താണ് ഈ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതെന്താവും, ലോങ് ടൈം മെമ്മറിയിൽ ഉണ്ടാകും, അതവിടെ ഉണ്ടാവും, പിന്നെ ഓർക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ മെറ്റീരിയൽ വായിച്ചിട്ട് എന്തോ ഒരു വായന അല്ലെ, ആട് അല്ലെ കൂറ കപ്പൽ കയറി എന്നൊക്കെ അറിയില്ലേ, സ്ഥലം പറഞ്ഞത് സെൻസറി, ഇത് ലോങ് ടൈം അല്ലെ, സെൻസറി, ഷോർട്ട് ടൈം, ലോങ് ടൈം, അത് 3. അങ്ങനെയല്ല, നേരെ മറിച്ച് എന്താണ്, ഒരു ഷാളോ ലെവല് റൊമാൻറ്റിക് ലെവലിൽ പഠനമുണ്ട്, ഓർമ്മയുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഓർമ്മ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 2 തിയറി കഴിഞ്ഞു. 3-ാമത്തെ തിയറി, ഇതൊന്നും കൂടി പുതിയതാണ്, 1974. ഇതെന്ത് ബെഡല റബ്ബേ, സൈക്കിളിനൊക്കെ കേട്ടിട്ടുണ്ട്. ബെഡലി ആൻഡ് ഹിച്ച് 1974 ഇവർ ഈ തിയറി കൊണ്ടുവന്നത്. ഇവർ പറഞ്ഞു വെച്ചാല് വർക്കിംഗ് മെമ്മറി പറഞ്ഞ സംഭവം ഉണ്ട്. വർക്കിംഗ് മെമ്മറി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഷോർട്ട് ടൈം മെമ്മറി. ആ ഷോർട്ട് ടൈം മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നു അല്ലെ. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ പറയും. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി. സെൻസറി മെമ്മറി ജസ്റ്റ് മിന്നലാട്ടം ഉള്ളത്, ഒരു ഓർമ്മ ഉണ്ടാകാൻ സാധ്യല്ല, അങ്ങനത്തത്. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്, പക്ഷെ കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട്, 20 സെക്കൻഡ് ഒക്കെ അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് ഒക്കെ, 3/4 മിനിറ്റ് ഒക്കെ, മാക്സിമം 1 മിനിറ്റ് വരെ ഓർക്കാൻ കഴിയുന്ന, അതാണ് ഷോർട്ട് ടൈം മെമ്മറി. അത് കഴിഞ്ഞാൽ ലോങ് ടൈം, അൺലിമിറ്റഡ് എന്ന് പറഞ്ഞത്. ഈ ഷോർട്ട് ടൈം മെമ്മറിയെ കുറിച്ച് ഇയാൾ കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇപ്പൊ വർക്കിംഗ് മെമ്മറി അഥവാ ഷോർട്ട് ടൈം മെമ്മറി, അതിനെക്കുറിച്ചുള്ള ആ മിഡിലുള്ള ആ സാധനത്തെ കുറിച്ച് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ. അയാൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല, അത് ഇങ്ങനെയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത്. എന്താണ് പറഞ്ഞത്, സിമ്പിൾ ഷോർട്ട് ടൈം ബോക്സ്. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുന്നതിന് പകരം ദിസ് മോഡൽ ഷോസ് മെമ്മറി ഈസ് ഡൈനാമിക് ആൻഡ് ആക്റ്റീവ്. മെമ്മറി എന്ന് പറഞ്ഞ സാധനം ഡൈനാമിക് ആണ്, ആക്റ്റീവ് ആണ്. അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എവർ ചേഞ്ചിങ്, എവർ ഡെവലപ്പിംഗ്, എവർ ഇങ്ങനെയുള്ള ആ സാധനം വളരെ ആക്റ്റീവാണ്. അങ്ങനെ നിർജീവവോ അല്ലെങ്കിൽ നിസ്സംഗമൊന്നും അല്ല, മറിച്ച് വളരെ ഡൈനാമിക് ഒരു പ്രോസസ്സാണ് ഈ ഷോർട്ട് ടൈം മെമ്മറി. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് 3-ാമത്തെ തിയറി. അപ്പൊ എന്താണ് ആദ്യത്തത്, സ്റ്റേജസ്. 2-ാമത്തത് ലെവൽ ഓഫ് പ്രോസസ്സിംഗ്. 3-ാമത്തത് വർക്കിംഗ് മെമ്മറി. ഈ തിയറിയിൽ എന്താ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡുകൾ നിൽക്കുന്ന വലിയൊരു മീനിങ് അങ്ങനെയല്ല, മറിച്ച് അതിന് തന്നെ 3-4 ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ പറഞ്ഞാൽ മൾട്ടി കോമ്പണന്റ് സിസ്റ്റം ദാറ്റ് ഈ സാധനം എന്താണ്, ഇതൊരു മൾട്ടി കോമൺ
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടല്ലേ? നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ. ബെഡ്ലി ആൻഡ് ഹിച്ചിന്റെ തിയറിയാണ് ബെഡ്ലി ആൻഡ് ഹിച്ചിന്റെ തിയറിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1974 ഈ തിയറി പറഞ്ഞത്. ഇവർ പറഞ്ഞു വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം, അത് നിങ്ങൾ പറഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറി എന്ന ചുരുക്കി പറയാനുള്ളതൊന്നുമല്ല, അതിവിശാലമായ ഒരു സംഭവമാണ്. അതിൽ 4 പ്രോസസ്സുകളുണ്ട്. ഇത് വളരെ സങ്കീർണമായ ഒരു സംഭവമാണെന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇത് എ മൾട്ടി കോമ്പണന്റ് സിസ്റ്റം, വ്യത്യസ്തമായ ചേംബറുകൾ, വ്യത്യസ്തമായ ഘർഷങ്ങൾ ഉള്ള ഒരു സാധനമാണ്. അത് ടെമ്പറലി ഹോൾസ്, താൽക്കാലികമായി സാധനങ്ങൾ സൂക്ഷിക്കുന്നു, മാനിപ്പുലേറ്റ്സ്, എന്നിട്ട് അത് കൺട്രോൾ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നെക്സ്റ്റ് ലെവലിലേക്ക് വരും. അപ്പോൾ നമ്മൾ നടത്തുന്ന സങ്കീർണമായ പല കാര്യങ്ങളും, കാണുന്നതും കേൾക്കുന്നതും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമായ പല പല കാര്യങ്ങളും ഷോർട്ട് ടൈം മെമ്മറിയിലാണ് നടക്കുന്നത്. ഇതിനൊക്കെ സങ്കീർണമായ പല പല കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് ഷോർട്ട് ടൈം മെമ്മറി. അങ്ങനെ പറയുമ്പോൾ അതിന് 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് യൂണിറ്റ്, അങ്ങനെ പറഞ്ഞാൽ സൂപ്പർവൈസിങ് പവർ ഉള്ള ഒരു ഭാഗമുണ്ട് അതിന്. അതാണ് ഏതിനാണ് നമ്മൾ ഉദാഹരണം നമ്മൾ കളിയൊക്കെ കാണുന്ന സമയത്ത്, കളി കാണുമ്പോൾ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന സമയത്ത് കളിയാണോ ശ്രദ്ധിക്കേണ്ടത്, ഗാലറിയിലെ സൗണ്ട് ആയിക്കോ, റഫറിനെ മൊത്തത്തിൽ പ്രസന്റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ നേരത്തെ പോയ പ്രസന്റേഷൻ? ഓ, നെറ്റ്വർക്ക് ഇല്ലേ? ഓക്കെ, എന്റെ നെറ്റ് പോയതാണ് കാരണം കേട്ടോ. ഒരു രക്ഷയില്ല, നെറ്റ് പോയതാണ്. റെക്കോർഡ് ചെയ്യുന്നില്ല അവിടെ? ഹലോ, ഞാൻ എന്റെ മൊബൈൽ ഡാറ്റ ഓൺ ആക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. സോറി, റൂമിലെ നെറ്റ് പോയതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് യൂണിറ്റ് ഉണ്ട്.
ആ സെൻട്രൽ എക്സിക്യൂട്ടീവ് യൂണിറ്റ് ആണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലുള്ള, അതായത് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് കേൾക്കണം, എന്ത് ഫോക്കസ് ചെയ്യണം, ഏതിലേക്കാണ് നോക്കേണ്ടത് എന്നൊക്കെ തലച്ചോറിൽ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നു. അതിനാണ് എക്സിക്യൂട്ടീവ് യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്നാൽ അതേ സമയം തന്നെ ഒരു ഫോണോളജിക്കൽ ലൂപ്പ്, അതായത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഭാഗം, അതാണ് ഒരു ഫോണോളജിക്കൽ യൂണിറ്റ്. ഞാൻ ഓൺലൈൻ എന്തൊരു ഇപ്പൊ ഓക്കെയാണോ? ഉണ്ടാവല്ലോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിലൂടെയൊക്കെ സാധനം എടുക്കുമ്പോൾ ഒരു OTP ഇല്ലേ, ഒരു 6 അക്ക 5 അക്കൊക്കെ, ആ OTP നമ്മൾ എങ്ങനെ ഓർക്കുക? ഇതിലേക്ക് പേ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? 316 അല്ലെങ്കിൽ 416 2-3 ഇട്ട് ആവർത്തിക്കും. അപ്പൊ അല്ലെങ്കിൽ ഒരാളെ നമ്മളോട് ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ ആ നമ്പർ നമ്മൾ 2-3 പ്രാവശ്യം ആവർത്തിക്കും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് നമ്മുടെ തൽക്കാലം മൈൻഡിൽ സൂക്ഷിക്കുന്ന അതിനെയാണ് ഫോണോളജിക്കൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കേട്ടതിനെ 2-3 പ്രാവശ്യം മൈൻഡിൽ ഇങ്ങനെ പതുക്കെ നമ്മളൊരു മൂവി കാണുകയാണെങ്കിൽ സംഭവം എന്താ പറയുക, നെറ്റ് ഇവിടുന്ന് റൂമിൽ നിന്ന് പോയിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയില്ലേ, ഈ സമയത്തിന്റെ വിഷയം. ഒരു മൂവി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവം കേൾക്കുകയാണെങ്കിൽ തൽക്കാലം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫോണോളജിക്കൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വിഷ്വൽ. ഇതെല്ലാം നിയന്ത്രിക്കുന്ന, ഇതെല്ലാം ഓർഗനൈസ് ചെയ്തു എന്നൊരു ഭാഗമുണ്ട് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും. ഇതിന് ഈ മൂന്നിനെയും, ഫോണോളജിക്കലിനെയും വിഷ്വലിനെയും എപ്പിസോഡിക്കിനെയും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ ഈ പറഞ്ഞ സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഈ ഉദാഹരണം കാണിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എന്തൊരടങ്ങാറ്. നോക്ക്, നിങ്ങൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇപ്പോ ഈ ബെഡലി ആൻഡ് ഹിച്ച് പറയുന്ന ആ തിയറി അനുസരിച്ച് നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പറഞ്ഞു വെച്ചാൽ സെൻസറി എന്ന് പറയുന്ന സാധനം, അഥവാ നമ്മൾ കാണുന്ന കേൾക്കുന്ന തൽക്കാലത്തിലേക്ക് എത്തുന്നു പറഞ്ഞില്ലേ, ഷോർട്ട് ടൈം മെമ്മറി. ഈ ഒരു കുറവാണ്. കേൾക്കുന്നില്ലേ നിങ്ങൾ?
ഹലോ, കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് സ്റ്റക്ക് നെറ്റ് പോയതുകൊണ്ടാണ്, സോറി ട്ടോ. ഓക്കെ, അതായത് ആ ബോക്സിൽ കാണുന്ന സെന്ററിൽ കാണുന്ന ഇതാണ് വർക്കിംഗ് മെമ്മറി. ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന നേരത്തെ നിങ്ങൾ ഷോർട്ട് ടൈം മെമ്മറി, വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം ഒന്നല്ല, മറിച്ച് അതിൽ ഇത്രയും വലിയ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെ? വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഉണ്ട്, എപ്പിസോഡിക് ബഫർ ഉണ്ട്, ഫൊണോളജിക്കൽ ലൂപ്പ് ഉണ്ട്. ഇത് മൂന്നും സെൻട്രൽ എക്സിക്യൂട്ടീവ് ഭാഗവുമായിട്ട് കണക്റ്റഡ് ആണ്. അഥവാ ഇത് നാലും കൂടി നടക്കുന്ന വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞ വർക്കിംഗ് മെമ്മറി എന്ന ഷോർട്ട് ടൈം മെമ്മറി. അങ്ങനെ അത് വളരെ ശക്തമായി നടക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലോങ് ടൈം മെമ്മറി എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഒന്നുകൂടി പറയാം. നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്, സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. അതിനെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിക്കെത്തും, വർക്കിംഗ് മെമ്മറിക്കെത്തും എന്ന് പറഞ്ഞിരുന്നു. അതെ, ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം സിമ്പിൾ അല്ല, മറിച്ച് എന്താണ്, അതൊരു ഗംഭീര പ്രതിഭാസമാണ്. എന്താ പ്രതിഭാസം? അതിൽ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഉണ്ട്, എപ്പിസോഡിക് ബഫർ ഉണ്ട്, ഫൊണോളജിക്കൽ ലൂപ്പ് ഉണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ എക്സിക്യൂട്ടീവ് ഏരിയകളുണ്ട്. ഇത് നാലും ചേർന്ന ഒരു സംഭവമാണ് വർക്കിംഗ് മെമ്മറി എന്നത്. സംഭവം ഗംഭീരമാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അങ്ങനെയുള്ള സാധനമാണ് ലോങ് ടൈം മെമ്മറിക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ തിയറി. അപ്പോൾ സെൻസറി മെമ്മറി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ അതിനുശേഷം ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്ന, ഞാൻ പറയുന്ന വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം നിസ്സാര സംഭവം ഒന്നുമല്ല. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞ ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞ വലിയ അതിലേക്ക് എത്തുന്നത്. ഇതാണ് ഈ തിയറിയിലുള്ളത്. എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ഷോർട്ട് ടൈം മെമ്മറി എന്ന് നിങ്ങൾ നേരത്തെ വിളിച്ചിരുന്ന സാധനം ഒരു എക്സിക്യൂട്ടീവ് കൺട്രോൾ സിസ്റ്റയിലുണ്ട്. മാത്രമല്ല, ഇതിൽ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഉണ്ട്, എപ്പിസോഡിക് ബഫർ ഉണ്ട്, ഫൊണോളജിക്കൽ ലൂപ്പ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഇതിനെയൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്തിരുന്ന ഒരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതാണ് ഇതിന്റെ വർക്കിങ്ങിന്റെ രീതി. കൂടി പറയാം. വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും ഇത് ഓർത്തു വെക്കാൻ കഴിയണേ നമുക്ക് അല്ലെ. അതായത് ഞാൻ OTP വന്നപ്പോ അവിടെ കണ്ടു 48, 46, 33. അത് കണ്ടു. അത് ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പൊ ഞാൻ കേൾക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിക്കുകയും കാണുകയും ചെയ്ത സാധനം എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാണണം, കേൾക്കണം. ഇത് തൽക്കാലം അവിടെ റെക്കോർഡ് ഉണ്ട്, സ്കെച്ച് പാഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മറക്കും. അതിനെ വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ ലോങ് ടൈമിക്ക് പോകും. അങ്ങനെ നമ്മൾ ആവർത്തിക്കൂലല്ലോ. നമ്മൾ OTP ഇട്ട് കഴിഞ്ഞാൽ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ മറന്നു. പിന്നെ എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഓഡിയോ സാധനങ്ങളൊക്കെ അത്. പിന്നെ പറഞ്ഞ ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞാലോ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു വാക്കിന്റെ അത്. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും കൃത്യമായി ഏതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതിനെ പ്രയോറിറ്റി ചെയ്യണം, ഏതിനേക്കാൾ മുന്നോട്ട് വെക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇങ്ങനെയാണ് ഓർമ്മ എന്ന സംഭവം നടക്കുന്നത്, വർക്കിംഗ് മെമ്മറി നടക്കുന്നത് എന്നാണ് തിയറി വന്നത്. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ലോങ് ടൈം മെമ്മറിക്ക് എത്തുന്നത്. അപ്പൊ 3 തിയറി നമ്മൾ പഠിച്ചു. ഒന്ന് സ്റ്റേജ് മോഡല്, അറ്റ്കിൻസൺ ആൻഡ് സിപ്ലിൻ 1968 അവർ പറഞ്ഞത് സെൻസറി, ഷോർട്ട് ടൈം, ലോങ് ടൈം. അതിനുശേഷം ലെവൽ ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു തിയറി പറഞ്ഞു. ആരായിരുന്നു? ലുക്കാർട്ട് ആൻഡ് അല്ലെ. അവര് പറഞ്ഞെന്താണ്, അത് ഷാളോ ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, സിമാൻറ്റിക് ഡീപ്പ് ലെവൽ ഉണ്ട്. ഇതാണ് മെമ്മറി കിടക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഷോർട്ട് ടൈം മെമ്മറി എന്ന സാധനം ഉണ്ടല്ലോ, അതാണ് സംഭവം. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം അത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതിൽ 4 ഏരിയകളുണ്ട്. ഈ 4 ഏരിയകൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ഏരിയയാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ഇങ്ങനെയൊക്കെ നടന്നാൽ മാത്രമേ ലോങ് ടൈം മെമ്മറിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞ സാധനമാണ് വർക്കിംഗ് മെമ്മറി തിയറി. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഭാഗം മറവി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഓർമ്മ എന്ന് പറഞ്ഞ എന്താണ്? മറവി. ഓർമ്മ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്ന സാധനം ആവശ്യമുള്ള സമയത്ത് എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് ഓർമ്മ എന്ന് പറഞ്ഞത്. അപ്പൊ എടുക്കാൻ പറ്റാതിരിക്കുക, അതിനാണ് മറവി എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഇനബിലിറ്റി ടു റീകാൾ. മറ്റേ എബിലിറ്റി ടു റീകാൾ ആയിരുന്നു, ഇത് ഇനബിലിറ്റി. അപ്പൊ പഠിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഓർമ്മ എന്ന് പറയും. ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറവി എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പഠനം നടത്തിയ ആളാണ് എഡ്വിൻ ഹോൾ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു കേവ് എന്ന് പറയും, നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം. അദ്ദേഹം പറഞ്ഞു മറവി പ്രധാനമായിട്ടും എപ്പോഴാണ് വെച്ചാൽ ഒരു സാധനം പഠിച്ച ഉടനെ, കേട്ട ഉടനെ, വായിച്ച ഉടനെ, ഏതൊരു സാധനം പഠിച്ചാലും അതിന്റെ ഉടനെ തന്നെ
അതാണ് മറവിക്കുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പൊ ഒരു സാധനം കേട്ട ഉടനെ തന്നെ അതിന്റെ എത്ര ശതമാനം നഷ്ടപ്പെട്ടു, വായിച്ച ഉടനെ തന്നെ എത്ര ശതമാനം നഷ്ടപ്പെട്ടു, പഠിച്ച ഉടനെ തന്നെ. അപ്പൊ ഇവനെന്ത് ചെയ്താൽ മതി, ഉടനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ മറവി കുറക്കാം, അഥവാ ഓർമ്മ കൂട്ടാം എന്നാണ് എന്റെ സൊല്യൂഷൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞ വെച്ചാല് തിയറി ഓഫ് ഇന്റർഫിയറൻസ്. മറവിയുടെ കാരണം ഇന്റർഫിയറൻസ് ആണ് മറക്കാനുള്ള കാരണം. ഇന്റർഫിയറൻസ് എന്നാൽ ഇടപെടുക. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഇടപെടും. അങ്ങനെ പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഇടപെടുന്നു. ഒന്ന് പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ട്. നമ്മളുണ്ട് സംസാരിച്ചു കൊണ്ടിടയിൽ വേറെ ഇടപെട്ട് ഞാൻ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അറിയില്ലേ, അതെ അയാളെന്തുവരെ പറഞ്ഞെന്താ മറന്നു. അപ്പോ മറവിക്ക് കാരണം ഇന്റർഫിയറൻസ് ആണ്. ഇന്റർഫിയറൻസ് രണ്ടു തരം, പ്രോ ആക്റ്റീവ്, റിആക്റ്റീവ്, റിട്രോ ആക്റ്റീവ്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും പണ്ട് പഠിച്ച കാര്യങ്ങൾ അത് കാരണം പുതിയത് പഠിക്കാൻ പറ്റാതെ ചില തിയറികളും ചില കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അത് മാറ്റാനോ മറക്കാനോ കഴിയില്ല, പുതിയത് പഠിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനത്തെ ഒരു മറവി, അതാണ് പ്രോ ആക്റ്റീവ് മറവി എന്നാണ്. ഉദാഹരണം, ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഒക്കെ വരുന്ന സമയത്ത് റൂം മാറുമ്പോ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ജനുവരി 1 ഞാനിപ്പോ താമസിക്കുന്ന റൂമിൽ എന്ന് വിചാരിക്കുക. അതായത് ഡിസംബർ 31 വരെ ഞാൻ വേറെ റൂമിലായിരുന്നു എങ്കിൽ മിക്കവാറും ഞാൻ ജനുവരി 1 2 അറിയാതെ ഇവിടെ തന്നെ വരും, പഴയ റൂമിൽ തന്നെ പോകും. കാരണം ആ ഓർമ്മയിൽ അങ്ങനെ പോകും. അപ്പൊ പഴയ ഓർമ്മ പലപ്പോഴും പുതിയതിനെ തടസ്സമാകുന്നു. പണ്ട് പഠിച്ച കാര്യങ്ങൾ, പഴയ ഓർമ്മകൾ പുതിയത് പഠിക്കാനോ ഓർക്കാനോ കഴിയാത്തൊരു തടസ്സമാവുന്നതിന് നമ്മൾ എന്തോന്ന് പ്രോ ആക്റ്റീവ് ഫോർഗെറ്റിംഗ് എന്ന് പറയും. അപ്പൊ പുതിയതായി പഠിച്ചു, ഉദാഹരണം ഞാൻ പുതിയ റൂമിലേക്ക് വരേണ്ട റൂട്ട് മാപ്പ് ലൊക്കേഷനൊക്കെ അറിയാം, പക്ഷെ ഞാൻ മറന്നു അവിടെ തന്നെ. പണ്ട് പഠിച്ച ചില പാട്ടുകൾ കാരണം പുതിയ പാട്ടുകൾ പഠിക്കാൻ പറ്റില്ല, കാരണം അത് തിരിക്ക് കയറിയത്. ഇപ്പൊ മുസ്ലിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഖുർആനൊക്കെ ചില സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം വേറെ എന്ന് പറയുമ്പോൾ കുറച്ച് വരുമ്പോൾ യാസീൻ ഓതിയ ഫാത്തിഹയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. അത് പ്രോ ആക്റ്റീവാണ്. ചിലതിൽ നിന്നും മറ്റതിലേക്ക് പോയി പുതിയത് പഠിക്കാൻ പറ്റാത്ത തടസ്സമാകുന്ന ഒരു അവസ്ഥ, അതിന്റെ പേരാണ് പ്രോ ആക്റ്റീവ്. എന്നാൽ റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാല് പുതിയ കാര്യങ്ങൾ കാരണം പഴയത് മറന്നു പോകുക. അതായത് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോഴേക്ക് ഇതേ ഓർമ്മയുള്ളൂ, പഴയതൊന്നും ഓർമ്മയില്ല. അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പഠിച്ചു, ഷാറ ഇങ്ങനെ വരിക, അതിൻ്റെ ഇടയിൽ പുതിയൊരു ഭാഷ പഠിച്ചപ്പോൾ തന്നെ മറന്നു. അങ്ങനെ ഉണ്ടാവില്ലേ? ചില പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴേക്കും പഴയതൊക്കെ മറന്നുപോയി, അതിനെക്കുറിച്ച് കാര്യം പോലും ഇല്ലാതെ അങ്ങനെ വരുമ്പോൾ അതിന്റെ പേര് റിട്രോ ആക്റ്റീവ്. അപ്പം പഴയത് പുതിയതിന് തടസ്സമാകുന്നു, മറവിക്ക് കാരണമാകുന്നതിൽ പ്രോ ആക്റ്റീവ്. പുതിയത് പഴയതിന് കാരണമാകുന്നു, പുതിയത് കാരണം പഴയതൊക്കെ മാഞ്ഞു പോകുന്നെങ്കിൽ റിട്രോ ആക്റ്റീവ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മറവിയുണ്ട്. അതാണ് തിയറി ഓഫ് ഇന്റർഫിയറൻസ് പറയുന്നത്. അതിനുശേഷം വേറെ തിയറി ഉണ്ട്. മിക്കവാറും മറവി സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ട്രേസ് ഡീകേ തിയറി. ട്രേസ് ഡീകേ തിയറി എന്നാൽ ഇപ്പൊ ഉദാഹരണം, നമ്മൾ സാധനം പഠിച്ചു, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ കൂട്ടി തിരിഞ്ഞു നോക്കുക മറന്നു, ഉറപ്പന്നല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നു വിചാരിക്കുക, മഴക്കാലമായി കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് പുല്ലുകളൊക്കെ മുറിച്ച് അതിൽ നടന്നിരിക്കാൻ വഴിയില്ലാതെ അവര്. എന്നാൽ സ്ഥിരമായി നടക്കുന്നുണ്ടെങ്കിലോ, എത്ര വലിയ കാട് അവിടെ ഉണ്ടെങ്കിലും ആ വഴി പ്രത്യേകം കാണും. ഇതേ പ്രകാരം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയും റിഹേഴ്സ് ചെയ്യുകയും ആവർത്തിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറക്കൂല. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ പലപ്പോഴും പല പഠിച്ച കാര്യങ്ങളും ഒരു ട്രേസുകളായിട്ട്, ചില സൂചനകളും അടയാളങ്ങളായിട്ട് അവിടെ ഉണ്ട്. അത് ഉപയോഗിക്കുന്ന കാലം അത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാകും, ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് മറന്നുപോകും. അല്ലെ ട്രേസ് ഡീകേ തിയറി. അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ, അത് വായിക്കാതിരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുമ്പോൾ മറന്നു പോകുന്നു. ഓട്ടോമാറ്റിക്കലി ഫെയ്ഡഡ് ഔട്ട് ആവുന്നു, ബൾബൊക്കെ ലൈറ്റ് ഫ്യൂസ് ആവുന്ന പോലെ ഇങ്ങനെ മറന്നു പോകുന്നു. അതാണ് മറ്റൊരു. ആദ്യം പറഞ്ഞെന്താണ്, പുതിയത് പഴയതിനോ അല്ലെങ്കിൽ പഴയത് പുതിയതിനോ തടസ്സമായിട്ട് ഇന്റർഫിയറൻസ് കാരണമാണ് മറക്കുന്നത്. അതാണ് ഇന്റർഫിയറൻസ് തിയറി. ഇവരെന്താ പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിടിച്ചു പോകുന്നതാണ്. അതാണ് ഡീകേ തിയറി. ഇന്ന് മൂന്നാമത്തെ തിയറി. രണ്ടാമത്തെ തിയറിക്കാരെന്താ, യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. നിങ്ങൾ ഉപയോഗിക്കണം, പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് വായിക്കണം, ആവർത്തിച്ച് കേൾക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ആവുമ്പോൾ മറക്കൂല, ഇല്ലെങ്കിലോ അത് മറന്നുപോകും. മൂന്നാമത്തെ പറഞ്ഞ ക്യൂ ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് തിയറി എന്നുള്ളതാണ്. അവർ പറഞ്ഞാല് മിക്കവാറും പല കാര്യങ്ങളും ചെറിയ സൂചന കിട്ടി നമുക്ക് ഓർമ്മ ഉണ്ടാവും, സൂചന കിട്ടിയിട്ടില്ലെങ്കിലോ മറന്നുപോകും ചെയ്യും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിരിക്കും, ചില ശബ്ദങ്ങളായിരിക്കും, ചില അനുഭവങ്ങളായിരിക്കും ഓർക്കാൻ കാരണം.
ഇങ്ങനെ ചെറിയ സൗണ്ട് കേട്ടവർക്ക് ഓർമ്മ അങ്ങനെ ഉണ്ടല്ലോ, ഹാങ്കർ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ. അങ്ങനെ ചിലർ ഉദാഹരണം പരീക്ഷയ്ക്ക് പോകുന്നവരെ പഠിച്ച തലേന്ന് പോലും പരീക്ഷയ്ക്ക് എസ് എക്ക് വരുന്ന ഉറപ്പിച്ചൊരു സാധനം പരീക്ഷകളിലെത്തി ക്വസ്റ്റ്യൻ വന്ന് നോക്കുമ്പോൾ അത് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടില്ല. പരീക്ഷയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒന്ന് സാറിന്റെ മുഖം സാറിന്റെ മുഖം കണ്ട സമയം കണ്ട് ഓർമ്മ വന്നു. അല്ലെങ്കിൽ ഒരു മരത്തിന്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഓർമ്മ വന്നു, ഞാൻ ഇവിടുന്ന് പഠിച്ച ഇവിടുന്നായിരുന്നു, അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു. അപ്പൊ നിങ്ങൾ ചേട്ടോ എന്തൊരു കഷ്ടം. അപ്പൊ ആ ചെറിയ ക്ലൂസ് ഒന്നെങ്കിൽ സാറിനെ, അല്ലെങ്കിൽ ആ മരത്തെ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ, അല്ലെങ്കിൽ വരാന്തയിൽ എത്തിയപ്പോൾ അപ്പോഴും ഓർമ്മ വരും, അതുവരെ ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ മറവിണ്ടായിട്ടുണ്ട്. അതായത് ക്യൂ പെട്ടെന്ന് ആ ഒരു ക്യൂയായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടിയിരുന്നു, നമ്മൾ പരീക്ഷകളിന് ആ വരാന്ത ഓർക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ആ മരം ഓർക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ സാറിന്റെ ഫേസ് ഓർക്കേണ്ടിരുന്നു. അങ്ങനെ ഏതെങ്കിലും സംഭവം ക്യൂ ഉണ്ട്, ആ ക്യൂ ഡിപ്പെൻഡന്റ് ഓർക്കുക, അതില്ലെങ്കിൽ മറന്നു. അങ്ങനത്തെ അതൊക്കെയാണ് നിന്റെ മറവിയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി മറവിയെ കുറിച്ചുള്ള ഒരു റിസർച്ച് എന്ന് പറഞ്ഞല്ലോ, എബിംഗ്ഹോയുടെ തിയറി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ തിയറി ഇതാ പറയണം. ഇദ്ദേഹം മറവിയെ കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞാല്, നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഒരു 100% പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കും, ഒരു വിഷയം കൃത്യമായി പഠിച്ചു 100% ഉണ്ടെന്ന് വിചാരിക്കും. അത് പഠനം കഴിഞ്ഞ കേട്ട ഉടനെ, പഠിച്ച ഉടനെ, കണ്ട ഉടനെ മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 20 മിനിറ്റ് അഥവാ ഒരു 1/4 മണിക്കൂർ ആകുമ്പോഴേക്കും അതിന്റെ 58% ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കി അതായത് 42% പോയിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരു വിഷയം പഠിച്ച്, ഒരു വിഷയം കേട്ട്, ഒരു വിഷയം കണ്ട് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് അതിന്റെ 48% മറന്നുപോയി, ബാക്കി 50% ഉണ്ടാകുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ 3 20 അഥവാ 1 മണിക്കൂർ 60 മിനിറ്റ് കഴിയുമ്പോഴേക്ക് 44% ഉണ്ടാവുള്ളൂ, അഥവാ 56% മറന്നിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് 67% മറന്നിട്ടുണ്ടാവും, ബാക്കി 33% ഉണ്ടാകുള്ളൂ. നമ്മൾ പഠിച്ചതിന്റെ, നമ്മൾ വായിച്ചതിന്റെ 33% നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കി 67 മറന്നിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ പഠിച്ചൊരു വസ്തു 6 ദിവസം കഴിയുമ്പോഴേക്ക് 75% മറന്നിട്ടുണ്ടാവും, ആകെ 25% ഓർമ്മ ഉണ്ടാവുള്ളൂ. അവിടെ എന്താ ചെയ്യേണ്ടത്? വായിച്ച ഉടനെ, പഠിച്ച ഉടനെ, അറിഞ്ഞ ഉടനെ ആദ്യത്തെ 20 മിനിറ്റ് അഥവാ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഈ 46% അല്ലെങ്കിൽ 42% പോകുന്നവരല്ലേ, അത് കുറക്കാൻ പറ്റും. അപ്പൊ ഏതൊരു കാര്യവും പഠിച്ചാല്, വായിച്ചാല്, മനസ്സിലാക്കിയാല് ഉടനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഉടനെ തന്നെ റിഹേഴ്സ് ചെയ്യുക, ഉടൻ തന്നെ കണക്ട് ചെയ്യുക, വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയം കുറവായിരിക്കും, അഥവാ പിന്നെ കൂടുതൽ പഠിക്കേണ്ട. ഒരു സാധനം വായിച്ച് മനസ്സിലാക്കാൻ 20 മിനിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെ പഠിച്ചൊരു കാര്യം പിന്നെ വായിക്കുമ്പോൾ 5 മിനിറ്റോട് 10 മിനിറ്റോട് വായിച്ചെടുക്കാലോ. അപ്പൊ എന്താണ് തിയറി? എന്താ തിയറി? പഠിച്ച ഉടനെ 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പകുതിയിലധികം നഷ്ടപ്പെടും. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് 75% നഷ്ടപ്പെടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കേട്ട ഉടനെ, പഠിച്ച ഉടനെ റിപ്പീറ്റ് ചെയ്യുകയാണുള്ള സൊല്യൂഷൻ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ബുദ്ധി, ഓർമ്മ, ഇത് കൂട്ടാനുള്ള മാർഗങ്ങൾ, ഓർമ്മ കൂട്ടാനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങളിത് കാണുന്നില്ലല്ലേ? എന്തോ ഒരു കഷ്ടം. ഓക്കെ, ഓർമ്മ കൂട്ടാനുള്ള മാർഗങ്ങൾ ഇതിലെന്താ വരാത്തത്? മെമ്മറി ന്യൂമോണിക്സ് ആണ്. മെമ്മറി കൂട്ടാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ന്യൂമോണിക്സ് എൻഹാൻസ്മെന്റ് തിയറി എന്ന് പറയും. അതിൽ നമ്മൾ ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെമ്മറി കൂട്ടാം, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെമ്മറി കൂട്ടാം. ഇമേജുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയുണ്ട്. മെത്തേഡ് ഓഫ് ലോസി അല്ലെങ്കിൽ ലോക്കെ, മെത്തേഡ് കീവേഡ് മെത്തേഡ്. മെത്തേഡ് ഓഫ് ലോക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ചാല്, ഇപ്പൊ ഉദാഹരണം നമ്മളൊരു 10 കാര്യങ്ങൾ ഓർക്കണം വിചാരിക്കുക, അതിനൊരു ലൊക്കേഷനിൽ വെക്കുക. ഇപ്പൊ ഉദാഹരണം 10 കാര്യങ്ങളാണ് പഠിച്ചത്, 1 2 3 4 5 6 ഇങ്ങനെ 10 കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ വീടിന്റെ 10 സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ആ സ്ഥലം മാത്രം ഓർത്താൽ മതി, അപ്പൊ വസ്തു ഓർമ്മ വരും. അതൊരു മെത്തേഡാണ്, പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. ഉദാഹരണം നിങ്ങളൊരു 10 കാര്യങ്ങൾ പഠിച്ചു, ആ 10 കാര്യങ്ങൾ ഓർക്കാൻ നിങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിലൊന്ന്, കയറിയ ഉടനെ സോഫയിലൊന്ന്, ഇപ്പുറത്തൊരു ചെയർ ഉണ്ട് അതിലൊന്ന്, പിന്നെ ടേബിൾ ഉണ്ട് അവിടെ ഒന്ന്, അപ്പുറത്ത് വേറെ ഒന്നുണ്ട്, ഇങ്ങനെ പിന്നെ അപ്പുറത്ത് ബെഡ്റൂം ഉണ്ട് അവിടെ ഒന്ന്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ച് ഈ സാധനങ്ങളെ ആ സോഫയിൽ കൊണ്ടുവച്ച് ഇങ്ങനെ ഓർക്കുക. ഓ, ആപ്പിൾ ഇവിടെ, മുന്തിരി അവിടെ, തക്കാളി ഇവിടെ, ഓറഞ്ച് ഇവിടെ, ഇങ്ങനെ 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 അതിന് 2-3 പ്രാവശ്യം ആർത്തി പിന്നെ വീടിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഓട്ടോമാറ്റിക് വസ്തുവിന് ഓർമ്മ വരും എന്നുള്ള അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതൊക്കെ എത്രമാത്രം എന്നുള്ള വേറെ വിഷയം. അതാണ് മെത്തേഡ് ഓഫ് ലോക്കി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു പ്ലേസ്, അഥവാ നിങ്ങളുടെ വീട്,
എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക ഏതൊക്കെ വസ്തുവിനെയാണ് നിങ്ങൾക്ക് ഓർക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ പഠിച്ച കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ 10 ഏരിയകൾ, 10 ഏരിയകൾ അതൊക്കെ മെമ്മറി ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ്, ലേണിംഗ് ഉണ്ട് എന്നൊക്കെ. ഇതിന് ഓരോരോ ഇതിൽ കൊണ്ട് ഒരു ചെയറിലൊന്നും സോഫയിലൊന്നും മറ്റേ ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടുവച്ചിട്ട് അതിങ്ങനെ ആവർത്തിക്കുക. കയറി വരുമ്പോൾ തന്നെ അറ്റൻഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, മെമ്മറി അവിടെ കിടക്കുന്നുണ്ട്, ലേണിംഗ് ഇവിടെ കിടക്കുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് കിടക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് സയൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ 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 അതിന് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സ്ഥലങ്ങൾ ഓർക്കുമ്പോഴേക്കും ഇതൊക്കെ വരും എന്ന്. അങ്ങനെയുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലോക്കി എന്ന് പറഞ്ഞത്. അവിടെ ഇമേജുകൾ ഉപയോഗിക്കുന്നത്, ഇതിനെ ഈ ഇമേജ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. രണ്ടാമത്തത് കീവേഡ് മെത്തേഡാണ്. കീവേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുമെന്ന് വിചാരിക്കുക. ആ ഭാഷ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം അറിയണമല്ലോ. അപ്പൊ അതിന്റെ നമുക്ക് പരിചയമുള്ള ഒരു സാധനമായിട്ട് കണക്ട് ചെയ്യുക. ഉദാഹരണം, സ്കൗൾ എന്ന് പറഞ്ഞ വാക്ക് ഒരു എക്സാമ്പിൾ കേട്ടോ. സ്കൗൾ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ അർത്ഥം എന്താ? ദേഷ്യം പിടിച്ച, ഇറിറ്റേറ്റഡ് ആകുക, അങ്ങനെ. അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക? ഔൾ എന്ന് നമുക്ക് വെക്കുക. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കണായിട്ട് അപ്പൊ കണക്ട് ചെയ്യാം. ഒരു വേർഡുമായിട്ട് അല്ലെങ്കിൽ ഒരു വാക്കുമായിട്ട് നമുക്ക് പരിചയമുള്ള വസ്തുവുമായിട്ട് കണക്ട് ചെയ്യാം. അതാണ് അതിന് മെത്തേഡ്. അപ്പോ ഇമേജുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് എന്ന് പറയുമ്പോൾ എന്താണോ പഠിക്കേണ്ടത് അതിനെ പല രീതിയിലേക്ക്. ഉദാഹരണം, അതിൽ പെട്ടൊന്നാണ് ചങ്കിങ്. ചങ്കിങ് മെത്തേഡ് പറഞ്ഞാൽ ഇപ്പൊ ഫോൺ നമ്പർ 10 അക്ക നമ്പറാണ് ഇപ്പൊ നാട്ടിലൊക്കെ ഉണ്ടാകുക അല്ലെ. 10 അക്ക ഒറ്റടിക്ക് ഓർക്കാൻ പ്രയാസമാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്യും. 811 308 1690. അപ്പോ 8,00,000 അങ്ങനെ പറയുന്നത് 811 308. അപ്പൊ 811 എന്ന് പറഞ്ഞ ഒരു വേർഡ് 3 അക്കമുള്ള, പിന്നെ 308 മറ്റൊരു വേർഡ്, പിന്നെ 4. അപ്പൊ 3 3 4 ആ രീതിയിൽ കട്ട് ചെയ്യുക, കഷ്ണിച്ച് ഓർക്കുക എന്നുള്ളതാണ് ചങ്കിങ് മെത്തേഡ്. ഇങ്ങനെ നമുക്ക് ഓർക്കാം. അപ്പൊ ഈ വാക്കുകളെ 3 ഓർഗനൈസ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു മാർഗം എന്താണ്? ഫസ്റ്റ് ലെറ്റേഴ്സ്. അതൊരു ടെക്നിക്കാണ്. ഇപ്പോൾ ഉദാഹരണം വിബ്ജിയോറും, പ്രകാശത്തിന്റെ കളറില്ലേ, നിങ്ങൾ കണ്ടില്ലേ, എന്താ പറയാ വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിലെ ഓരോന്നിന്റെയും ആദ്യത്തെ ലെറ്റർ മാത്രം എടുത്തിട്ടാണ് ആ വീടുണ്ടാക്കി. അല്ലെങ്കിൽ നമുക്ക് സൗരയൂഥത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിക്കാം. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നൂഡിൽസ്. അതൊരു സെന്റൻസ് ആണ്. എന്റെ വിദ്യാഭ്യാസമുള്ള ഉമ്മ എനിക്ക് നൂഡിൽ ഉണ്ടാക്കി തന്നു. ജസ്റ്റ് ഒരു വാക്ക് ഉണ്ടാക്കിയാണ്. അപ്പൊ മൈ മെർക്കുറിയിലെ എം എടുത്തു, വെരി എന്നതിൽ വീനസിലെ വി എടുത്തു, എഡ്യൂക്കേറ്റഡ് എന്നുള്ള എർത്ത്. അപ്പോ നമ്മൾ സൗരയൂഥത്തിലുള്ള മെർക്കുറി, വീനസ്, എർത്ത്, മാർച്ച്, ജൂപ്പിറ്റർ, സ്ട്രാറ്റസ്, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതിന് ഓർക്കാൻ എന്താ ഉപയോഗിച്ചത്? മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സേവ്ഡ് അസ് നൂഡിൽസ്. ഒരു സെന്റൻസ് ഉണ്ടാക്കി. അപ്പൊ ആ വാക്കുകളിലെ ആദ്യത്തെ ലെറ്റർ വെച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കി. ഇത് റിപ്പീറ്റ് ചെയ്തു നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റും. ഡമ്മർക്ക് നൂഡിൽ ഉണ്ടാക്കി തന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ നമുക്ക് ന്യൂമോണിക് ഉപയോഗിച്ചുകൊണ്ട് ഓർമ്മ കൂട്ടാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞ മറവി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ലൈഫുമായിട്ട് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. മിക്കവാറും നമ്മുടെ ഓട്ടോബയോഗ്രഫി മർമ്മകളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. മെമ്മറി തന്നെ ഫ്ലാഷ് മെമ്മറി, ഫാൾസ് മെമ്മറി ഉണ്ട്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ഓർക്കാറുണ്ട് അല്ലെ. അങ്ങനെ സംഭവം നമ്മളായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും. പിന്നെ ചില കാര്യങ്ങൾ ഫ്ലാഷ് മെമ്മറി എന്ന് പറയും. ഇത് ചില സംഭവങ്ങൾ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അത്രയും കാര്യം. ഉദാഹരണം, ഒരു വലിയൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കോ അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ. September 11 അതിന്റെ ട്വിൻ ടവേഴ്സും അതൊക്കെ വലിയ സംഭവമാണ്. ഇവരെ ഈ പുസ്തകം അതൊക്കെ ഓർമ്മ ഉണ്ടാകുക. അല്ലെങ്കിൽ സുനാമി ഉണ്ടായി, ആ സമയത്ത് നമ്മൾ കണ്ടത് കേട്ടത് അതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് മെമ്മറി, അതുപോലെ ഫോർഗെറ്റിംഗ്. മെമ്മറി എന്താന്ന് നമ്മൾ പഠിച്ചു. മെമ്മറി എന്ന് പറഞ്ഞാൽ എൻകോഡ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, റിട്രീവൽ. ഈ 3 പ്രോസസ്സുകളാണ്. മെമ്മറി നമ്മൾ 3ആയി തിരിച്ചു. എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ സിമാൻറ്റിക്, എപ്പിസോഡിക്, വർക്കിംഗ് മെമ്മറി എന്നൊക്കെ പറയും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പ്രൈമിങ്, കണ്ടീഷനിങ്ങുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ പഠിച്ചു ട്രഡീഷണൽ തിയറി, അത് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്റ്റ്. അവർ പറഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, ഈ സാധനങ്ങൾ എലാബറേറ്റ് റിഹേഴ്സൽ നടത്തുമ്പോൾ മാത്രമാണ് ലോങ് ടൈം മെമ്മറിക്ക് എത്തുന്നു പഠിച്ചു. പിന്നെ LOP, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് എന്ന മെമ്മറി. അതായത് നമ്മൾ ഫിസിയോളജിക്കലായി സ്ട്രക്ചറൽ മെമ്മറി ഉണ്ട്, പിന്നെ ഫൊണോളജിക്കൽ ഉണ്ട്. ആഴത്തിൽ ഇറങ്ങി പഠിക്കുമ്പോൾ സിമാൻറ്റിക് മെമ്മറി ഉണ്ട് എന്ന് പഠിച്ചു. പിന്നെ മറ്റൊരു തിയറി നമ്മൾ പഠിച്ചു, വർക്കിംഗ് മെമ്മറി എന്നുള്ളത്. പിന്നെ മറവി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു. എബിങ്ങോയുടെ ആ കർവും നമ്മൾ മനസ്സിലാക്കി. മറക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞ ഇന്റർഫിയറൻസ് ആണെന്ന് പറഞ്ഞു. ഇന്റർഫിയറൻസ് പ്രോ ആക്റ്റീവ് ഉണ്ട്, റിട്രോ ആക്റ്റീവ് ഉണ്ട് എന്ന് പഠിച്ചു.
പിന്നെ ട്രൈക്ക് ആൻഡ് ഡീക്കെ എന്നൊരു തിയറിയിൽ നമ്മൾ മനസ്സിലാക്കി. ബുദ്ധി കൂട്ടാൻ, ഓർമ്മശക്തി കൂട്ടാനുള്ള മെത്തേഡായിട്ട് ന്യൂമോണിക് നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ലോക്കി മെത്തേഡും കീവേഡ് മെത്തേഡും ചങ്കിങ് മെത്തേഡും മനസ്സിലാക്കി. പിന്നെ ഫാൾസ് മെമ്മറി എന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ആ മെമ്മറി കൂട്ടുക ഒരു ഫ്ലാഷ് മെമ്മറി എന്ന സംഭവം ഉണ്ടെന്ന് പഠിച്ചു. ഇതൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ ഇന്ന് നമ്മൾ കവർ ചെയ്ത പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇത്രയും കാര്യങ്ങൾ, സോറി കുറച്ച് നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഗ്രൂപ്പിലൂടെ ചോദിക്കാം. നോട്ട്സ് നമ്മൾ ആ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് കിട്ടും. പേയ്മെന്റ് ചെയ്ത ആൾക്കാരുടെ ഇമെയിൽ നമ്മൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു ഫോർ ഹിയറിംഗ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞ്